അധ്യാപകനിൽ നിന്ന് ആചാര്യനിലേക്ക് പ്രകൃതിയും ജീവിതവും ഗുരുവാകുമ്പോൾ എന്നൊരു വിഷയമാണ് എനിക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ അധ്യാപക വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സാധാരണ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും അധ്യാപകനിലേക്ക് നല്ല ദൂരമുണ്ട്. അധ്യാപകനിൽ നിന്നും ആചാര്യനിലേക്ക് അതിനേക്കാൾ ദൂരമുണ്ട്. അപ്പം അതിനെ ആർജിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ പഠനത്തിനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ മഴക്കാട് ദിനം അല്ലേ, മഴക്കാട് സംരക്ഷണ ദിനമാണ് ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് കണ്ടു. മണ്ണിനോട്, ഈ പ്രകൃതിയോട് പുസ്തകത്തിലുപരി അതിൻ്റെ ഭാഗമാവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അധ്യാപകനിൽ നിന്നും ആചാര്യനായിട്ട് മാറാം എന്നുള്ളതാണ്. അധ്യാപകൻ എന്ന് പറയുമ്പോൾ അറിവിൽ അധ്യയനം ചെയ്യുന്നവനെയാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. നമ്മൾ പുസ്തകം നോക്കി പഠിക്കുന്നു, ഈ അറിവ് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ പേരാണ് അധ്യാപകൻ, അറിവിൽ അധ്യയനം ചെയ്യുന്നവൻ. പക്ഷേ ഒരു ആചാര്യൻ, ഒരു ഗുരുനാഥൻ അങ്ങനെയല്ല. അദ്ദേഹം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മളോട് ഓരോന്ന് സംവദിക്കുന്നത്. അവരുടെ ഒരു നോട്ടത്തിൽ തന്നെ ആ ഒരു ദീക്ഷ, അവരിൽ നിന്ന് എന്തൊക്കെയോ ഡിഫ്യൂഷൻ നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ അറിവ് അനർഘ നിർഗളമായിട്ട് ഇങ്ങനെ പ്രവഹിക്കുന്നതായിട്ടുള്ള ഒരു അനുഭൂതി നമുക്കുണ്ടാവും. അങ്ങനെയുള്ള സാന്നിധ്യങ്ങളെയാണ് നമ്മൾ ശരിക്കും ആചാര്യൻ, ഗുരുനാഥൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അറിവിൽ അധ്യയനം ചെയ്യുന്നവർ അധ്യാപകരാകുമ്പോൾ അറിയലിൽ അധ്യയനം ചെയ്യുന്നവരാണ് ആചാര്യന്മാർ. ഗുരു എന്ന ഒരു പദത്തിന്റെ ഒക്കെ ഒരു അർത്ഥമായിട്ട് മാറുന്നത്. നമുക്കറിയാം, ഗുരുവിന്റെ ഓപ്പോസിറ്റ് എന്താ? ശിഷ്യനോ? ഗുരുവിന്റെ ഓപ്പോസിറ്റ് എന്താ? നമുക്ക് ഭൂഗുരുത്വം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഗുരു എന്നുള്ള വാക്കിന്റെ ഒരു വിപരീത പദം എന്താണ്? ലഘു. ആരോ പറഞ്ഞോ? ലഘു ആണ് അല്ലേ? അപ്പൊ ആ ഒരു ലഘുത്വത്തിൽ നിന്നും നമ്മൾ ഗുരുത്വത്തിലേക്ക് ഉയരാൻ സാധിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ചരാചരം മുഴുവൻ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഗുരുവിന്റെ സാന്നിധ്യം. ഗുകാരോ അന്ധകാരശ്ചരുകാരസ്തൻ നിവർത്തതേ അന്ധകാര നിവർത്തിത്വാത് ഗുരുരുദ്ധ്യ വിധീയതേ എന്നാ പറയാ. ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡാർക്ക്നെസ്, അറിവില്ലായ്മ, അജ്ഞത, ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ശബ്ദമാണ് ഗു ശബ്ദം. രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ ഒരു ബീജമാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ, ഏതൊരു ഗസ്റ്റും ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ഏതൊരു കാര്യക്രമവും ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ദീപപ്രജ്വാലനമാണ് അല്ലെ? ഈ ദീപപ്രജ്വാലനം പ്രകാശമാണ്. ഈ പ്രകാശത്തെ അറിവിന്റെ രൂപത്തിൽ പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് ഉയരാൻ സാധിച്ചാൽ നമ്മളിൽ ആചാര്യൻ പ്രവർത്തിച്ചു തുടങ്ങി, അധ്യാപകൻ പ്രവർത്തിച്ചു തുടങ്ങി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അധ്യാപകനിൽ നിന്നും ആചാര്യനിലേക്കുള്ള ദൂരത്തെ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് അധ്യാപകനും ആചാര്യനും ഒന്നായിട്ട് തീരുന്ന അദ്വൈതത്തിന്റെ ബോധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ കുട്ടികളുടെ പ്രിയപ്പെട്ട ആളുകളായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ പുസ്തകത്തിൽ എന്തൊക്കെയോ പഠിച്ചു, ഒരു പുസ്തക പുഴുവായിട്ടിരിക്കുന്നു, നമ്മളത് പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ചർവിത ചർവണം എന്ന് പറയുന്നു, ചവച്ചരയ്ക്കുന്നു, ഛർദ്ദിക്കുന്നു. ഈ ഒരു രീതിയിലുള്ള ആ ഒരു മെത്തേഡ് നമുക്ക് മാറ്റി. പക്ഷെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ പദ്ധതി ഇതിനൊക്കെ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് നമുക്ക് ഒരു ആത്മപ്രകാശമായിട്ട് മാറാൻ സാധിക്കുമ്പോഴാണ് ഈ അധ്യാപക സാന്നിധ്യം, ഗുരു സാന്നിധ്യം ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാനൊരു കഥ വായിക്കാനിടയായി അധ്യാപക ദിനത്തിൽ. അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കർക്കശ സ്വഭാവമുള്ള ആളായിരുന്നു. അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സും ബഹളവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ട്യൂഷൻ എടുക്കുമായിരുന്നു കുട്ടികൾക്ക്. അപ്പൊ ധാരാളം കുട്ടികളുണ്ട്. അപ്പൊ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആ ട്യൂഷൻ എടുക്കണം അന്നത്തെ ദിവസം, ഈ സംഭവം നടക്കുന്ന ദിവസം. അപ്പൊ അദ്ദേഹം കുട്ടികൾക്കൊരു വർക്ക് കൊടുത്തിട്ട് ഇപ്പൊ വരാൻ നിങ്ങളിത് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞ് പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്, അതിലൊരു കുട്ടി എല്ലാവരും ഹോംവർക്ക് ചെയ്യുന്നു, എല്ലാവരും അവരുടെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്നു, ഒരു കുട്ടി മാത്രം വേൾഡ് മാപ്പിൽ കളിച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇത് കണ്ടപ്പോൾ വളരെ കാർക്കശ്യ സ്വഭാവമുള്ള അദ്ദേഹം ഈ മാപ്പ് വാങ്ങിച്ച് അത് ചുമരിൽ തൂക്കി വെച്ചു. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം ഓൺ ചെയ്തിട്ട് പിന്നെയും
പുറത്തു പോയി കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും അകത്ത് വരുമ്പോഴും ഈ കുട്ടി വീണ്ടും ആ മാപ്പ് എടുത്ത് ആ ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള ആ മാപ്പ് എടുത്ത് വീണ്ടും അതിൽ കളിച്ചുകൊണ്ടിരിക്കണം. ഇദ്ദേഹത്തിന് കലശലായ ദേഷ്യം വന്നു. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാമോ? അത് കയ്യിൽ നിന്ന് വലിച്ചു പിടിച്ച് വാങ്ങിച്ചൊന്ന് കീറി തുണ്ടാക്കിയിട്ട് ആ കുട്ടിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യം വന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യാം? കണ്ടു നിന്നവരൊക്കെ ഞെട്ടിപ്പോയി, ഇതെന്താ ഇങ്ങനെ കാണിക്കണേ എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ദേഷ്യമൊക്കെ ഒന്ന് തണുത്തപ്പോൾ, അദ്ദേഹം കയറി വന്നപ്പോൾ അദ്ദേഹത്തെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വേൾഡ് മാപ്പ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അക്ഷാംശരേഖകളും രേഖാംശരേഖകളും ഒക്കെ വളരെ കൃത്യമായിട്ട് ചേർത്ത് വെച്ച്, ഇത്രയും കൺട്രീസും കോണ്ടിനെന്റും ഇതൊക്കെ കൃത്യമായിട്ട് ചേർത്ത് വെച്ച് നല്ല ഭംഗിയായിട്ട് താൻ കണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ടുള്ള ആ മാപ്പിനെ ഒരു പുതിയ ലോകമായിട്ട് ചുമരിൽ തൂക്കി വെച്ചിരിക്കുന്നു. അദ്ദേഹം ചെയറിൽ പോയിട്ട് ഇരുന്നിട്ട് ഈ കുട്ടിയെ മാത്രം പതുക്കെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഇതെങ്ങനെയാണ് ചെയ്തത്? നിനക്ക് എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ? വീട്ടിലാരെങ്കിലും ഇതിന് മാത്രം സഹായിക്കാൻ അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം മുൻപോട്ട് വെച്ചത്. അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത്, ഞാൻ ഒന്നും ചെയ്തില്ല പക്ഷെ ഞാൻ ചെയ്തത് കണ്ണും കാതും മൂക്കും ഒക്കെ കൃത്യമായിട്ട് ചേർത്ത് വെച്ച ഒരു മനുഷ്യനെ ഉണ്ടാക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അദ്ദേഹത്തിന് മനസ്സിലായില്ല ഈ കുട്ടി എന്താണ് പറയുന്നത് എന്നുള്ളത്. പിന്നെയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ കുട്ടി കാണിച്ചു കൊടുക്കുകയാണ് ആ കീറിപ്പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്നിച്ചു വെച്ച ആ വേൾഡ് മാപ്പിന്റെ മറുപുറത്ത് ഒരു മനുഷ്യന്റെ ചിത്രമായിരുന്നു. ആ മനുഷ്യന്റെ ചിത്രത്തെയാണ് കീറി മുറിച്ചു കൊടുത്തത്. നമുക്ക് കൃത്യമായിട്ട് കണ്ണും കാതും ഒക്കെ യോജിപ്പിച്ച് വെക്കാൻ ഇപ്പോൾ 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് സാധിക്കില്ലേ? അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്നാണ് ആ കുട്ടി പറയുന്നത്. അദ്ദേഹം ആ കുട്ടിയിൽ നിന്നും വലിയൊരു പാഠം പഠിച്ചു. എന്താണ് അദ്ദേഹം പഠിച്ച പാഠം? ഇഫ് യു റിക്രിയേറ്റ് എ മാൻ ദെൻ യു റിക്രിയേറ്റ് ദ ഹോൾ വേൾഡ് എന്നാണ്. എല്ലാവരാലും വലിച്ചെറിയപ്പെട്ട, എല്ലാവരാലും നിഷേധിക്കപ്പെട്ട ഒരാളെ നമ്മൾ എപ്രകാരമാണോ സാന്ത്വനിപ്പിക്കുന്നത്, എപ്രകാരമാണോ വീണ്ടും ഒരു മനുഷ്യനായിട്ട് നമ്മൾ പുനർനിർമ്മിക്കുന്നത്, അപ്പൊ നമ്മളൊരു ലോകം സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു വലിയ പാഠം വേൾഡ് മാപ്പാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ പെട്ടെന്ന് നമുക്ക് അവരുടെ നമ്മളുടെ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ കൊണ്ട് അവരെ തിരസ്കരിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അവരെ അടുപ്പിച്ചുകൊണ്ട്, നിങ്ങളും കുട്ടികളോട് ഇടപഴകുന്ന സമയത്ത് നിഷേധികളായ പല പല കുടുംബങ്ങളിൽ നിന്ന്, പല പല ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുമ്പോൾ അവരെ നിഷേധിക്കാനും അവരെ അകറ്റാനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ അവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ സ്നേഹം കൊണ്ട് അവരിലുള്ള വിദ്യയെ കൂടി നമുക്ക് പാഠ്യവിഷയമാക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ അധ്യാപകൻ, ആചാര്യൻ എന്നുള്ള പദവിയിലേക്കൊക്കെ മാറാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വാക്കുകൾ നമുക്ക് എപ്പോഴും പ്രചോദനമാകണം എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയല്ല, അവരെ പഠിക്കുകയാണ് വേണ്ടത്. അധ്യാപകൻ പഠിപ്പിക്കുകയല്ല, പഠിക്കുകയാണ് വേണ്ടത് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ടീച്ചേഴ്സ് എപ്പോഴും ധാരാളം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അധ്യാപക വിദ്യാർത്ഥിനികളാണ് അല്ലേ? പുറത്ത് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ അധ്യാപകരാണ്. പക്ഷെ നമ്മളിപ്പോഴും മരണം വരെയും നമ്മൾ ഈ പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അധ്യാപകനിൽ നിന്ന് ആചാര്യനിലേക്ക് എന്ന് പറയുമ്പോൾ, സാധാരണ ഗുരു എന്ന് പറയുമ്പോഴും അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഒരു മനുഷ്യരൂപമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഒരു മനുഷ്യനെയാണ് നമ്മൾ ഗുരുവായിട്ട് പലപ്പോഴും കാണുക. പക്ഷേ ഞാൻ ബി.എഡിനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ലക്ഷ്മി ടീച്ചർ എപ്പോഴും പറയും, ശ്രീമദ് ഭാഗവതത്തില് 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വിവരിക്കാമോ എന്ന്. അന്നൊന്നും നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയം സമാഗതമായിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് സംവദിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ ഒരു കോൺവെർസേഷനാണ്. ഏതു മഹാരാജാവും അവധൂതനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. നമ്മുടെ ചുറ്റുപാടിനെയും നമുക്ക് എങ്ങനെ ഗുരുവായിട്ട് സ്വീകരിക്കാം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഘടകം എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ ബുദ്ധൻ്റെ ഒരു കാര്യം ഓർമ്മ വരികയാണ്. അദ്ദേഹം മരണാസന്നനായിട്ട് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദുഃഖാർത്തരായ ശിഷ്യന്മാരൊക്കെ ചുറ്റും ഇരുന്ന് വിഷമിക്കുന്നുണ്ട്. വിഷമിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഭൗതിക വിയോഗത്തിലും എല്ലാവർക്കും കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. അതല്ല, ഞാൻ ശരീരമല്ല എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ പോലും ആ സമയത്ത് ഒരു പ്രാകൃതനെ പോലെ വിലപിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഈ മരണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബുദ്ധന്റെ ശിഷ്യഗണങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ പ്രഥമ ശിഷ്യനായിട്ടുള്ള ആനന്ദനാണ് പൊട്ടിക്കരയുന്നത്. കുറച്ചൊക്കെ സങ്കടവും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പൊട്ടിക്കരയാണ്. വികാരം നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറുകയാണ്. അപ്പൊ അദ്ദേഹം ബുദ്ധനോട് പറയുന്നുണ്ട്, അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ 40 വർഷം ഞാൻ പഠിച്ച അറിവുകളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി പോവല്ലോ, എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാണ്ടായി പോവല്ലോ എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്നതാണ്.
അപ്പൊ ഇത് കേട്ടപ്പോ ബുദ്ധൻ പതുക്കെ കണ്ണ് തുറന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഞാനാണ് ശരിക്കും പറയേണ്ടത്. 40 വർഷം പഠിപ്പിച്ചിട്ടും നീ ഇങ്ങനെ കിടന്ന് വിലപിക്കാനാണ് എൻ്റെ മരണസമയത്ത് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ കരയേണ്ടത്? ഈ 40 വർഷം വൃഥാവിലായെന്ന് എനിക്കാണ് തോന്നേണ്ടത് എന്നാണ് പറയുന്നത്. അതിനൊക്കെ ശേഷം ഗുരു ആനന്ദനെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു, ആത്മദീപോ ഭവ. ഈ ഒരു വാക്കാണ് അദ്ദേഹം തൻ്റെ ശിഷ്യന് ഉപദേശമായിട്ട് കൊടുത്തത്. സ്വയം പ്രകാശമായി മാറുക. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതം എന്ന് പറയുന്നൊരു കവിത ഞാനൊരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരു വരിയുണ്ട്. അതായത്, വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേൽ അമൃതമയം എന്നാണ്. നമ്മുടെ കയ്യിൽ വിളക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകാശത്തിന്, നമുക്ക് ലോകം കാണുക ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല, ബുദ്ധിമുട്ടില്ല. നമ്മൾ തന്നെ പ്രകാശമായിട്ട് പതുക്കെ പതുക്കെ സഞ്ചരിച്ചാൽ മറ്റുള്ളവർക്ക് കൂടി വഴികാട്ടികളായിട്ട് മാറും. അതുപോലെ വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനും, എപ്പോഴും ശുദ്ധനായിട്ടുള്ള ഒരാൾക്ക്, മനസ്സിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാത്ത ഒരാൾക്ക് ഈ ലോകം മുഴുവൻ എന്നും അമൃതമയമായിരിക്കും. അപ്പൊ നമ്മൾ പല കാഴ്ചകളും കാണുന്നുണ്ട്, പലതും നമ്മൾ കേൾക്കുന്നുണ്ട്, പലതും നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള അറിവുകളാണ്. അപ്പൊ ഏത് വേണമെന്നും ഏത് വേണ്ട എന്നും വെക്കാനുള്ള, ആ നെല്ലും പതിരും തിരിച്ചറിയാനുള്ള, ചികഞ്ഞു മാറ്റാനുള്ള അവബോധം നമ്മൾ കുട്ടികളിൽ നിക്ഷേപിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ്, ഒരു ചൂണ്ടുപലക മാത്രമാണ്. ഇന്ന് ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെ നമ്മൾക്ക് ക്ലാസ് റൂമിൽ ചെയ്യാനുള്ളത് ടീച്ചർ ഒരു ഗൈഡും ഫെസിലിറ്റേറ്ററും ഒക്കെയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഒരു ചൂണ്ടാണി മാത്രമാണ് കുട്ടികളിലെ നെല്ലിനെയും പതിരിനെയും വേർതിരിച്ച് കാണിച്ചു കൊടുക്കാൻ. ഇതാണ് ശരി, നീ ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നന്നായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നൊരു ചൂണ്ടാണി മാത്രമായിട്ട് ടീച്ചർക്ക് മാറാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്താ, ടീച്ചർ ചൂണ്ടുന്നിടത്തേക്ക് കുട്ടി പോയി കഴിഞ്ഞാൽ അത് അബദ്ധത്തിലാവാൻ പാടില്ലല്ലോ. അപ്പൊ ടീച്ചേഴ്സ് ആദ്യം സ്വാധ്യായം ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനാ സഭകളിലൂടെയും നമ്മുടെ സ്വാധ്യായത്തിലൂടെയും നമ്മുടെ പഠനത്തിലൂടെയും ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട കരുത്ത് അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുള്ളതാണ്. ഈ ശ്രദ്ധ പലപ്പോഴും നമുക്ക് ആദ്യം തുടക്കത്തിലൊന്നും നമുക്ക് ശ്രദ്ധ ഉണ്ടാവണമെന്നില്ല. ക്ലാസ്സിൽ ടീച്ചർ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ബെഞ്ചിൽ 2 കൊട്ട് കൊട്ടുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ശ്രദ്ധ നമ്മൾ ഫോക്കസ്ഡ് ആവാൻ തീരുമാനിക്കുന്നത് തന്നെ. അതുപോലെ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശ്രദ്ധ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മരണം കാണുമ്പോൾ, എന്തെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. പലതും പ്രത്യക്ഷമല്ല, പരോക്ഷമായിട്ടാണ് നമ്മുടെ മനസ്സിൽ അറിവ് ആർജിക്കുന്നത്. ഈ അറിവിനെയാണ് നമ്മൾ വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നവരായിട്ട് മാറുന്നത്. അതാണ് ആധുനിക വിദ്യാഭ്യാസ പദ്ധതിക്ക് അപ്പുറത്തേക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ടീച്ചേഴ്സിന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നതിന് അർത്ഥമേ ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സൂചിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു, എങ്കിലും പറയുകയാണ്. 2ാം ലോക മഹായുദ്ധാനന്തരം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാള് ഈ ലോകത്തിനൊരു കത്ത് കൊടുത്തു. ഇത് നമുക്ക് സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു മുൻപ്. അതിൽ ആദ്യത്തെ പേജായിട്ട് ഒരാളുടെ ലെറ്റർ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാൻ പാടാത്തൊരു കാര്യം കണ്ടു. എന്താ കണ്ടെന്ന് ചോദിച്ചാൽ, അനേകായിരം അഭ്യസ്ത വിദ്യരെ എന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന ഡോക്ടേഴ്സും നഴ്സുമാരും എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് വിഷം നിറച്ചു വെച്ച സിറിഞ്ച് കൊണ്ട് കുത്തി കൊല്ലണം അവരെ. ആ വിഷം കുത്തിവെച്ചവരെ കൊല്ലുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുമ്പോൾ, കരുതൽ തടവിൽ കിടക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ചയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ വിദ്യാഭ്യാസം എന്തിനാണ്? ഇവരെ ഡോക്ടർമാരാക്കിയത് ആരാണ്? ഇവരെ നഴ്സുമാരാക്കിയത് ആരാണ്? ഇവര് പഠിച്ച വിദ്യ എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണാൻ പാടാത്ത മറ്റൊരു കാര്യം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വിഷപ്പുക നിറച്ചു വെച്ച ഒരു ചേംബറിലേക്ക്, ഒരു റൂമിനകത്തേക്ക് വിഷപ്പുക നിറച്ചു വെച്ച് അതിൽ എത്രയോ കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ തള്ളിവിട്ടിട്ട് ആ പുക ശ്വസിച്ച് ശ്വാസം മുട്ടി മരിക്കുന്ന എത്രയോ കുട്ടികളെ അദ്ദേഹത്തിന് കണ്ടു. അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടാണ് ഈ ലോകത്തിലേക്ക് തിരിച്ചെത്തിയത്. അദ്ദേഹം എഴുതുന്നു, എന്തിനാണ് എഡ്യൂക്കേഷൻ? ഈ കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എനി എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടറൈസ് ദാറ്റ് ഈസ് യൂസ്ലെസ് ആൻഡ് ഡേഞ്ചറസ് എന്ന്.
ഏതൊരു വിദ്യാഭ്യാസമാണോ സ്വഭാവ രൂപീകരണത്തിന് ഉപകരിക്കാത്തത് അത് അത്യപകടമാണ് എന്ന് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ വിദ്യാഭ്യാസം എന്നത് നമുക്ക് ഇത്ര ഡിഗ്രി ഉണ്ട്, ഇത്ര PG ഉണ്ട്, ഡീലിറ്റ് ഉണ്ട് എന്നിങ്ങനെ നിരത്തി എഴുതാനുള്ള ക്വാളിഫിക്കേഷന് വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മനുഷ്യനെ മനുഷ്യനാക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു വിഗ്രഹം, ഒരു പ്രതിമ, മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം. ഇതാണ് ലോകത്തിനെ ഭരിക്കുന്ന ഒരു ഘടകമായിട്ട് മാറേണ്ടത്. ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ആർജിക്കേണ്ടതും അത് തന്നെ എന്ന് മനസ്സിലാക്കി തരാൻ നമ്മുടെ ഉള്ളിൽ പല ഘടകങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിലൊന്ന് മാത്രമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ ജീവിതത്തിൽ മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യരൂപികൾ മാത്രമല്ല അധ്യാപകനായി വരുന്നത്, മനുഷ്യരൂപത്തിലുള്ളവർ മാത്രമല്ല നമുക്ക് ആചാര്യനായി വരുന്നത്. ഈ പ്രകൃതി തന്നെ ജീവിത പാഠമാകുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ ഉയർത്തും. അപ്പൊ അതിൽ ആദ്യം പറയുന്നത്, അതൊരു ശ്ലോകമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്: പൃഥ്വി വായുരാകാശമാപഃ അഗ്നി ചന്ദ്രമാ രവിഃ കപോദോ അചകര സിന്ധു പതംഗോ മധുകൃദ്ഗജഃ മധുഹ ഹരിണ മീനഃ പിങ്കള കുരരോ അർഭകഃ കുമാരി ശരകൃത് സർപ്പഃ ഊർണനാപി സുപേശകൃത് എന്ന് പറയുന്ന 24 ഗുരുക്കന്മാരെയാണ് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ഒരു ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതും ഇതിന്റെ ക്ലാസ് റൂം അപ്ലിക്കേഷനാണ് നമുക്ക് ഓരോരുത്തർക്കുള്ള ഹോംവർക്ക്. ഇപ്പൊ എനിക്ക് ചിലത് എൻ്റെ തോട്ടിലൂടെ വന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ബാക്കി ഈ ഗുരുവിനെ എങ്ങനെയാണ് നമുക്ക് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, നമ്മുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ എപ്രകാരമാണ് ഈ ഗുരുക്കന്മാരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങളെ ഹോംവർക്ക് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അതിൽ ആദ്യം പറയുന്നത് പൃഥ്വി. പൃഥ്വി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി. ഭൂമിയിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഭൂമി നമ്മുടെ ഗുരുവാണ് എന്ന് പറയുന്നു. ആധ്യാത്മികമായ അതിന്റെ വശങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. ഭൗതികപരമായിട്ട് തന്നെ നോക്കൂ, ഭൂമിയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ആർക്കെങ്കിലും പറയാവോ? നമുക്ക് പെട്ടെന്ന് 24 ഗുരുക്കന്മാരെ തീർക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാവോ ഭൂമി എങ്ങനെയാണ് നമ്മുടെ ഗുരുവായിട്ട് മാറുക? ഭൂമിയിൽ നിന്ന് എന്താ പഠിക്കേണ്ട പാഠം? ക്ഷമ. വളരെ കറക്റ്റാണ്. പണ്ടൊക്കെ പറയും ഭൂമിയോളം ക്ഷമ വേണം. ആർക്കെന്നാ പറയാ? സ്ത്രീകൾക്ക് എന്നാണ് പറയാ. അപ്പൊ സ്ത്രീകൾക്ക് ഭൂമിയോളം ക്ഷമ വേണം എന്നൊക്കെ പറയുമ്പോൾ പുരുഷന്മാരെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയെന്ന് എനിക്കറിയില്ല. അപ്പൊ ഭൂമി ക്ഷമയുടെ പാഠമാണ്, തിതിക്ഷയുടെ പാഠമാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമി ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക? ഭൂമി നേരത്തെ നമുക്കറിയാം ഭൗതികപരമായിട്ട് ഇതൊക്കെ ഉണ്ടായ സമയത്ത് ഉരുകി ഒലിക്കുന്ന ഒരു ലാവയാണ്. അതിൽ ഈ കാണുന്ന ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഉരുകിയൊലിക്കുന്ന ഒരു ലാവ മാത്രമായിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ അനേകായിരം കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷമാണ് അതിൽ പർവ്വതങ്ങളും കുന്നുകളും കാടുകളും അല്ലെ, ഈ പറഞ്ഞ മഴക്കാടുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ജീവിത യോഗ്യമായിട്ടുള്ള ഒരു ഇടമായിട്ട് ഭൂമി മാറുന്നത്. സൂര്യനും ചന്ദ്രനും ഇടയിൽ കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഇപ്പൊ ചൊവ്വ ഇപ്പോഴും ചൊവ്വ തന്നെയാണ്, മറ്റു ഗ്രഹങ്ങളൊക്കെ ഇപ്പോഴും ആ ഗ്രഹങ്ങൾ തന്നെയാണ്, ശനി ഇപ്പോഴും ശനി തന്നെയാണ്. പക്ഷെ ഭൂമിക്ക് മാത്രം ഒരു വ്യത്യാസമുണ്ടായി. അവിടെ ജീവനുണ്ടായി, ജീവന കലയുണ്ടായി, അതിജീവനത്തിന്റെ പാഠങ്ങൾ ഉണ്ടായി. നമ്മൾ ആധുനിക യുഗത്ത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്ത് ഇത്രയധികം മുന്നോട്ട് പോയി. ഇതൊക്കെ ഭൂമിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഭൂമി കാത്തിരുന്നില്ലായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ മാറ്റത്തിന് വിധേയമാകുമായിരുന്നു. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഈ ഭൂമിയെ എങ്ങനെയാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക? ഇന്ന് പലപ്പോഴും പലരും അക്ഷമരാണ്. കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥിനികളും എല്ലാവരും അക്ഷമരാണ്. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി. നമുക്ക് ക്ഷമയില്ല. വെള്ളം അടുപ്പിൽ വെച്ച് അത് ചൂടാവാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത്ര പോലും ക്ഷമ നമ്മുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. പ്രണയം നിഷേധിക്കപ്പെട്ടു, ഉടനെ ആസിഡ് എടുത്ത് മുഖത്തൊഴിച്ചു. ഇപ്പൊ തന്നെ മാറ്റം ഉണ്ടാവണം. ഒരു വിത്ത് കുത്തിയിട്ട് അത് അപ്പൊ തന്നെ മുളയ്ക്കണം, അപ്പൊ തന്നെ പുഷ്പിക്കണം എന്ന് പറയുന്നിടത്ത് നമ്മൾ എത്ര അക്ഷമരാകുന്നു എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഒരു കുട്ടിയിൽ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമ്മൾ പരിശോധിക്കാതെ അവനിൽ പെട്ടെന്നൊരു മാറ്റം സൃഷ്ടിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും ഇത് തന്നെയാണ്. അവിടെ ഭൂമിയെ ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കുവാൻ നമ്മൾ തയ്യാറായെങ്കിൽ ഈ തിതിക്ഷ പലപ്പോഴും ഈ ഭൂമിക്ക് മാത്രമല്ല, ഈ ഭൂമിയെ പോലെ തന്നെ ക്ഷമയിൽ അധിഷ്ഠിതമായ നിരവധി ഉദാഹരണങ്ങൾ. അതിലൊന്നാണ് സോക്രട്ടീസ്. ധാരാളം ആളുകളുണ്ട്. സോക്രട്ടീസിന് ക്ഷമയുടെ ഇരിപ്പിടമാണത്രേ സോക്രട്ടീസ്. ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ കാണാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആവശ്യങ്ങൾക്കൊന്നും കിട്ടാറില്ല.
വീട്ടിൽ ഒരു ആവശ്യത്തിനും സോക്രട്ടീസിനെ കിട്ടാറില്ല. എപ്പോഴും ആളുകൾ വന്ന് ഓരോ കാര്യങ്ങൾ സംവദിച്ചു കൊണ്ടിരിക്കും, എപ്പോഴും ബഹളം തന്നെ, തിരക്ക് തന്നെ. അപ്പൊ എപ്പോഴും ഭാര്യ സോക്രട്ടീസിനോട് ചുണ്ടിയെടുക്കാറുണ്ട്, അടിയുണ്ടാക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങൾ തീർത്തും അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയിട്ടുള്ള സന്ദർഭമുണ്ട്. അപ്പൊ കുറെ പേര് വീട്ടിൽ മുറ്റത്ത് വന്നു, സോക്രട്ടീസ് സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഭാര്യ എന്തോ വിളിച്ചു ചോദിച്ചു. അപ്പൊ അദ്ദേഹം അത് കേട്ടില്ല. അദ്ദേഹം ഇവരുടെ കൂടെയുള്ള സംസാരത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ദേഷ്യം വന്ന ഭാര്യ എന്ത് ചെയ്തു എന്നറിയോ? ഒരു കുടം വെള്ളം എടുത്തിട്ട് അങ്ങനെ സോക്രട്ടീസിന്റെ തലയിൽ കൂടെ ഒഴിച്ചു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ക്ഷമയുടെ സഹനത്തിന്റെയും ഒരു ഉദാഹരണമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ചെയ്തെന്താന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞു അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട്, നമ്മൾ വിചാരിക്കും ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോൾ ഒരു നാണക്കേട് ഉണ്ടായിട്ടുണ്ടാവും അദ്ദേഹത്തിന്. ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അദ്ദേഹം വളരെ നർമ്മരസ പ്രധാനമായിട്ടാണ് ആ ഒരു രംഗം കൈകാര്യം ചെയ്തത്. മഴക്കാറ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആ രംഗം കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ഇത് തമാശയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ആ ക്ഷമയുടെ ആ ഒരു ഇരിപ്പിടത്തിൽ നിന്നാണ് അദ്ദേഹം അത് സംസാരിച്ചത് എന്നുള്ളത്. ആ തിതിക്ഷ ഉണ്ടാവാൻ വേണ്ടി ഭൂമിയെ പാഠ്യവിഷയമാക്കണം. നമ്മൾ എന്തൊക്കെ ഭൂമിയിൽ ക്രൂരതകൾ ഏൽപ്പിക്കുന്നു? ഭൂമി പ്രതികരിക്കുന്നുണ്ടോ? ക്ഷമയുള്ളവർക്ക് ശക്തി കൂടുതലായിരിക്കും. ഇനി പ്രതികരിച്ചാൽ നമ്മൾ ഉണ്ടാവില്ല. സുനാമിയായി, ഭൂകമ്പമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവില്ല താനും. അപ്പൊ ക്ഷമയെ നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കരുത്. ആ ക്ഷമയിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള ഒരു ഭാവമായിട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് അതൊരു ഗുരുവായിട്ട്, ഒരു അധ്യാപകനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ മാറുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ എൻ്റെ നൈബറിൽ കണ്ട ഒരു ക്ഷമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭർത്താവ് വന്നിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവർക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ ദിവസം ആനിമൽ പ്ലാനറ്റ് കാണുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കും. ഇവർക്ക് പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കുരങ്ങനെ വേണം എന്നുള്ള ആഗ്രഹം ഇവരിൽ വർദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ പണ്ടൊക്കെ ഈ നാടോടികൾ കുരങ്ങുമായിട്ട് വീട്ടിലേക്കൊക്കെ വരും അല്ലേ? എന്നിട്ട് ആ കുരങ്ങിൻ്റെ പേര് കുഞ്ഞിരാമൻ എന്നായിരിക്കും. എന്നിട്ട് അതിനോട് ചാടാനും അറിയാനും ഒക്കെ പറയും. അപ്പൊ അതൊക്കെ ഒരു രസം, അവർക്ക് എന്തെങ്കിലും പൈസ കിട്ടും, അതാണ് അവരുടെ ഉപജീവനം. അപ്പൊ അങ്ങനെ ഒരു നാടോടികൾ ഇപ്പോഴൊന്നും അവരെ കാണാൻ തന്നെ ഇല്ല. എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ കണ്ടതാണ്. അവരുടെ വീട്ടിൽ ഇതുപോലെ ആ ഒരു നാടോടികൾ കുരങ്ങുമായിട്ട് വന്നു. അപ്പൊ ഇതിനെ കണ്ടപ്പോൾ അദ്ദേഹം ആ ചേച്ചി ഭർത്താവില്ല. അപ്പൊ അവര് പറഞ്ഞു, എനിക്ക് ഈ കുരങ്ങിനെ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് കളിപ്പിക്കാം, ഇത് ഞങ്ങളുടെ ഉപജീവനാണ്, തരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ എത്ര പൈസ വേണമെങ്കിൽ തരാം, ഇതിനെ ഒന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പൊ അവര് നിവർത്തിയില്ലാണ്ട് ഒരു എമൗണ്ട് പറഞ്ഞു. അത് ആ സ്ത്രീ കൊടുക്കുകയും ചെയ്തു. കുരങ്ങിനെ ആര് സ്വന്താക്കി? ഈ സ്ത്രീ സ്വന്താക്കി. വലിയ സന്തോഷമായി. വൈകുന്നേരം ഭർത്താവ് വന്നു. ഫോണൊന്നും ഇല്ലേ വിളിച്ചു പറയാൻ ആ സമയത്തൊന്നും. ഭർത്താവ് വന്നു, വലിയ സന്തോഷമായി. അപ്പൊ ചോദിച്ചു, ഇതെന്താ കുരങ്ങിനെയൊക്കെ വാങ്ങിച്ചിരിക്കണേ? ചോദിച്ചു. എനിക്ക് കളിപ്പിക്കാനാണെന്ന് പറഞ്ഞു. ശരി, ഇത് എന്ത് ഭക്ഷണം കഴിക്കുക ചോദിച്ചു. നമ്മൾ കഴിക്കണതൊക്കെ കഴിക്കുന്ന. ഓ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇനി ടെൻഷൻ ഇല്ല. ഇനി ഇത് എവിടെ കിടക്കുക ചോദിച്ചു. നമ്മുടെ കൂടെ തന്നെ കിടക്കും, എന്താ വിരോധം ഉണ്ടോ ചോദിച്ചു. ഒരു ഇതല്ല, നമ്മുടെ കൂടെ. പക്ഷെ ഒരു കാര്യം അദ്ദേഹം ചോദിച്ചു, ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, ഇതിന്റെ നാറ്റം എങ്ങനെയാ സഹിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ 40 വർഷമായിട്ട് ഞാൻ സഹിക്കണ്ടല്ലോ. അപ്പോ അവരീ അവതരിപ്പിച്ച കാര്യം സഹനം, ക്ഷമ, തിതിക്ഷ, അതിലുള്ള പാഠങ്ങളാണ്. അവർ വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല, അവര് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. വളരെ തമാശാപരമായി നർമ്മരസപ്രധാനമായിട്ട് ഈ കാര്യം അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം എന്നാണ് പറയാ. പ്രതികാരമില്ലാതെ ക്ഷമിക്കാൻ കഴിയുന്നതാണ് ക്ഷമ. ഞാൻ ഇപ്പൊ അവളോട് ക്ഷമിച്ചു, ഞാൻ നാളെ കാണിച്ചു തരാം എന്ന് പറയുന്നതല്ല ക്ഷമ. മനസ്സിൽ ഒരു ദുർബുദ്ധി വെച്ച്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന വൈരാഗ്യം വെച്ചിട്ട് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണതല്ല. ഇത് ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രതികാരവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഈ ഭൂമിയെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു അനാലിസിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ഗുരുവിനെ പറയുന്നത് വായു. പൃഥ്വി കഴിഞ്ഞാൽ വായു. വായു എങ്ങനെയാണ് നമ്മുടെ ഗുരുവാകാൻ സാധിക്കുക എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വായുവിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? പറയൂ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വായുവിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? വായു എപ്രകാരം നമ്മുടെ ഗുരുവാകും? ഒന്നും പഠിക്കാനില്ല. നമ്മുടെ പ്രാണനെ നിലനിർത്തുന്നത് വായു തന്നെയാണ് അല്ലേ? അപ്പൊ വായുവിൽ നിന്ന് ഒന്നും പഠിക്കാനില്ലേ? വായുവിനെ നമുക്ക് പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് വായുവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികേന്ദ്രീകരിക്കപ്പെട്ട സ്നേഹം എന്നാണ്. നമ്മൾ കേന്ദ്രീകൃതമാണ് പലപ്പോഴും. നമ്മൾ എല്ലാത്തിലും
ലോക്ക്ഡ് ആയിട്ട് പോണ ആളുകളാണ്, സങ്കുചിതമായ കാഴ്ചപ്പാടാണ്. നമ്മളെ വിശാലതയിലേക്ക്, നമ്മളെ വികേന്ദ്രീകരണത്തിലേക്ക് നയിക്കുന്ന ഏക ഘടകം വായുവാണ്. വായുവിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. പക്ഷെ വായുവിനെ പിടിക്കാൻ പറ്റില്ല. വായോരിവ ദുഷ്കര എന്നാ പറയാ. ദുഷ്കരമാണ് വായുവിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് നടക്കില്ല. വായുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ആ ഒരു ഗുണം നമ്മൾ ആരെയും കൺട്രോൾ ചെയ്യാനും നമ്മൾ ആരെയും നിയന്ത്രിക്കാനും നമ്മൾ സങ്കുചിതമാവാനും സ്വയം പോകാതെ നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത്, നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്, നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് വികേന്ദ്രീകരിക്കപ്പെട്ടതാവട്ടെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം തോന്നും. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നമുക്ക് ദുഃഖം തോന്നും. നമ്മൾ കുട്ടികളുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ വായുവിന്റെ ഈ അനാസക്തി ധർമ്മം, ഒന്നിനോടും ആസക്തി ഇല്ല എന്നുള്ളതല്ല, ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഇല്ല എന്നുള്ളതല്ല, എല്ലാത്തിനും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ശീലിക്കാൻ സാധിക്കുന്നിടത്ത് വായുവിനെ നമ്മൾ ഓർക്കുന്നത് നല്ലത്. ഇപ്പൊ 1, 2, 3 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിരിയാത്ത മമതാ ബന്ധങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നെ പിരിയുമ്പോൾ വിഷമായി, ആത്മഹത്യയിലേക്കായി, പ്രശ്നത്തിലേക്കായി. അതിലൊന്നും പോവാതെ വികേന്ദ്രീകരിക്കപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത് ആ ഇടത്താണ് വായുവിന്റെ ധർമ്മം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു ബുദ്ധ ഭിക്ഷുണി ഒരിക്കലും ഒരു മെഡിറ്റേഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് അവരുടെ കയ്യിൽ ഒരു കൊച്ചു ബുദ്ധന്റെ വിഗ്രഹമുണ്ട്. ഈ വിഗ്രഹം എടുത്തിട്ടാണ് അവർ പോകുന്നത്. അവിടെ ധാരാളം വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടേതായിട്ടുള്ള ഒരു സൈഡില് ഇവരുടെ കൊച്ചു ബുദ്ധ വിഗ്രഹവും മനോഹരമായിട്ടുള്ള ഒരു ബുദ്ധ വിഗ്രഹം അവിടെ വെച്ചു. പക്ഷേ അവർക്ക് എന്താണെന്ന് അറിയില്ല. ഇത്രയും കാലം ആരാധിച്ച് തൻ്റെയാണ് ആ ബുദ്ധ വിഗ്രഹം, തൻ്റേത് മാത്രമാണ് ആ വിഗ്രഹം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിപ്പോയി. അതിന്റെ ഭാഗമായിട്ട് അതിനെ അവിടെ കൊണ്ട് വെച്ചെങ്കിലും ദിവസവും അവർ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ചന്ദനത്തിരി പോലുള്ള സുഗന്ധ പദാർത്ഥങ്ങളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്, ധൂപമൊക്കെ. അതിന്റെ പുക, അതിന്റെ വായു എല്ലാ ബുദ്ധ വിഗ്രഹങ്ങളിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ എൻ്റെ ബുദ്ധന് കിട്ടാണ്ട് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു. അവര് അവിടെ നിന്ന് ഒരു കുഴല് സംഘടിപ്പിച്ചിട്ട് ഈ ചന്ദനത്തിരിയുടെ പുക വരുന്ന ഭാഗത്ത് കണക്ട് ചെയ്ത് അത് നേരെ തൻ്റെ ബുദ്ധ വിഗ്രഹത്തിന്റെ മൂക്കിൽ കൊണ്ട് ഘടിപ്പിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പ്രാർത്ഥനയും ഈ മെഡിറ്റേഷൻ ക്യാമ്പയിനൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞ് ഇവര് തിരിച്ചു പോകുന്ന ആ അവസാന ദിവസത്ത് ഈ കുഴലൊക്കെ ഒന്ന് മാറ്റി ഒരു ബുദ്ധവിഗ്രഹം എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് മനോഹരമായിരുന്ന, എത്രയോ സുന്ദരമായിരുന്ന തൻ്റെ ബുദ്ധന്റെ മൂക്ക് മുഴുവൻ കരിഞ്ഞു പോയിരിക്കുന്നു. അപ്പോ ഇത്രയും സങ്കുചിതമായ, ഇത്രയും കേന്ദ്രീകരിക്കപ്പെട്ട, ഇതെല്ലാത്തിനും കിട്ടിക്കോട്ടെ അല്ലെ, ആ വായു എല്ലാത്തിനും ഉള്ളതാണെന്നുള്ള ബോധം മറന്ന് ഇത് എന്റേതാണ് എന്ന് പറഞ്ഞ് ചുരുക്കി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ, കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കരിമൂക്കനായ ബുദ്ധൻ എന്നാണ് ഈ കഥയുടെ പേര് തന്നെ. അപ്പൊ ഇങ്ങനെ പല 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 സാഹചര്യങ്ങളുമുണ്ട്. നമ്മൾ ഈ പൃഥ്വിനെയും വായുവിനെയും നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകൃതിയും ഒക്കെ പഠിക്കുമ്പോൾ, പഠിക്കേണ്ടവർക്ക് ഈ ഉലകമേ ഒരു കലാശാല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പുസ്തകം തന്നെ വായിക്കണം, പഠിക്കുന്ന പുസ്തകങ്ങളെ നമ്മൾ വായിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള വൈഡായിട്ടുള്ള ഒരു റീഡിംഗ് ഒന്നും ഇന്നത്തെ ആധുനിക തലമുറയിൽപ്പെട്ട ആളുകൾക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുക തന്നെ വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ വായനയിലൂടെയും ഈ സഞ്ചാരത്തിലൂടെയും പ്രകൃതി നിരീക്ഷണത്തിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുന്ന അനുഭവ പാഠങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ വായു ഇപ്രകാരം വികേന്ദ്രീകരിക്കപ്പെട്ട സ്നേഹമായിട്ട് മാറുന്നപ്പോൾ ഒരു കുട്ടിയോട് മാത്രം ഒരു പാർഷ്യാലിറ്റി ടീച്ചർക്ക് അത് പാടും. ഈ കേന്ദ്രീകരിക്കപ്പെട്ട സ്നേഹത്തെ നമ്മൾ വികേന്ദ്രീകൃതമാക്കുമ്പോൾ എല്ലാം നമ്മളുടേതായിട്ട് മാറും. അതിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഗുരു എന്ന് പറയുന്നത് ആകാശമാണ്. ആകാശം നമ്മളുടെ ഗുരുവായിട്ട് മാറുന്ന, അധ്യാപകനായിട്ട് മാറുന്ന ഒരു സന്ദർഭം പറയാൻ പറ്റുമോ? പലപ്പോഴും ആകാശത്തിന്റെ ഒരു നുറുങ്ങ് പോലും കാണാത്ത എത്ര ദിവസങ്ങൾ നമ്മൾ കടന്നുപോയി. ആകാശം ഉണ്ടെന്ന് തന്നെ നമ്മൾ നോക്കില്ല. ഈ മൃഗങ്ങൾക്കൊക്കെയാണ്, അവർക്ക് അവരുടെ ആ ഒരു തലത്തിലും താഴേക്കും ഭക്ഷണം, പ്രത്യുൽപാദനം എന്ന് പറഞ്ഞ് നോക്കുന്നത് മൃഗങ്ങൾ മാത്രമാണ്. മനുഷ്യന് മാത്രമാണ് ഈ ഒരു ശക്തി വൈഭവം ഉണ്ട് എന്നുള്ള ഒരു താല്പര്യം. മുകളിലേക്കൊക്കെ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിന്റെ അനന്തതയെ നമുക്ക് കാണാൻ പറ്റും. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്കാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. നമ്മളെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്നുള്ള ഭാവം നമ്മൾക്ക് പലപ്പോഴായിട്ട് വന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ അനന്തമായ ലോകത്ത് മനുഷ്യൻ എത്ര നിസ്സാരമായ ജീവിയാണ്. അപ്പൊ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കാതെ, ആകാശത്തിന്റെ, വായുവിന്റെ, ഭൂമിയുടെ അനന്തത്തെയും വിശാലതയെയും ഉൾക്കൊള്ളാതെ വെറും പുസ്തകങ്ങളിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്.
ഈ ബുക്കിഷ് നോളേജിൽ നിന്ന് അപ്പുറത്ത് മറുപുറം കടക്കാൻ വേണ്ടി കുട്ടികളെ സഹായിക്കുന്ന ഒരു സാരഥി കൂടിയായിട്ട് മാറുമ്പോഴാണ് ഈ ടീച്ചേഴ്സിനൊക്കെ അർത്ഥമുണ്ടാകുന്നത്. പലപ്പോഴും എൻ്റെ അധ്യാപകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആകാശം നോക്കിയിരിക്കൂ കുറച്ച് സമയം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ A to Z സ്ക്രോൾ ചെയ്യാതെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആകാശത്തെ കുറച്ചു നേരം ഒന്ന് നിരീക്ഷിക്കൂ. പതുക്കെ പതുക്കെ ആ ആകാശത്തിൻ്റെ വിശാലത നമ്മളിലേക്ക് ഇറങ്ങി വരും. ഇതൊന്നും നിരീക്ഷിക്കാനോ ഒന്നും നമുക്ക് സമയം കണ്ടെത്താൻ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചുരുങ്ങിപ്പോകുന്നത്. ഇപ്പം ഞാനൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമ്മൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. താരതമ്യം ചെയ്ത് അവരിൽ ഭിന്നിപ്പുണ്ടാക്കാനല്ല, മറിച്ച് അങ്ങനെ ഒരു പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് ഷെയറിങ്, കെയറിങ് തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളൊക്കെ സ്വല്പം കൂടുതലാണ്. എന്നാൽ കോൺവെൻറ്റിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ പെൻസില്, എൻ്റെ ഷാർപ്പനറ്, എൻ്റെ ബുക്ക്, എൻ്റെ ബാഗ്, എൻ്റെ പുസ്തകം, എൻ്റെ ഇത് നിൻ്റെ എന്നുള്ള ചിന്തകൾ കൂടുതലായിട്ട് അവർ വളരെ സങ്കുചിതമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ചുരുങ്ങുന്നു. ഇപ്പം ഏതാണ്ടെല്ലാം ഒരുപോലെയായി സങ്കുചിതപ്പെട്ട് കിടക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറേഷനാണ്. സാ വിദ്യ യാ വിമുക്തയേത് എന്നാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ആഹ്വാനവും ശ്ലോകവും നിർദ്ദേശവും ഒക്കെ. വിദ്യാഭ്യാസം മോചിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മളെ പല കെട്ടുപാടുകളിൽ നിന്നും, പല അറിവില്ലായ്മകളിൽ നിന്നും, അജ്ഞതയിൽ നിന്നും നമ്മളെ മോചിപ്പിക്കപ്പെടുമ്പോഴാണ് അത് വിദ്യാഭ്യാസം അർത്ഥം പൂർണ്ണമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഈ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യാൻ. ഒരു ദിവസം ട്രെയിനിൽ സഞ്ചരിക്കാൻ ഇടയായപ്പോഴാണ് അവിടെ അപ്പോൾ തന്നെ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് പേര് വരുമല്ലോ. അപ്പോൾ അവിടെ 5 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ നമുക്ക് അവർക്ക് സ്ഥലം കൊടുക്കാൻ തോന്നിയില്ല. കാരണം നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് ഈ 4 പേര് വിശാലമായിട്ട് അങ്ങനെ നെഞ്ചു വിരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോഴാണ് വളരെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി അവിടേക്ക് കയറി വന്നത്. അപ്പോൾ ഇല്ലാത്ത സ്ഥലം ഉണ്ടാക്കിയിട്ട് ആ കൂട്ടുകാരിക്ക് സീറ്റ് കൊടുക്കാൻ അവിടെ സാധിച്ചു എന്നുള്ളതാണ്. നേരത്തെയുള്ള ആള് നമുക്ക് സുപരിചിതനല്ല. ഇപ്പൊ പരിചയപ്പെട്ടുള്ള ഒരാൾ വരുമ്പോൾ സ്നേഹം കൊണ്ട് അവിടെ എന്തുണ്ടാവുന്നു, സീറ്റ് കൊടുക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട് സീറ്റ് കൊടുക്കാൻ തയ്യാറാവും. സ്നേഹത്തിലാണ് ആ വിശാലത എന്ന് പറയുന്ന ഒരു ധർമ്മം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സ്നേഹം മാത്രമാണ് കുട്ടികളെ നമ്മളുടെ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ലോകത്തിന് വേണ്ടി നല്ലൊരു പൗരനാക്കി വാർത്തെടുക്കുന്നതിൽ സ്നേഹം മാത്രമാണ് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പുസ്തകത്തിനൊക്കെ സ്ഥാനമുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആധുനിക യുഗത്തിൽ പല രീതിയിൽ സ്നേഹം മാറിപ്പോയി, പല അബദ്ധങ്ങളായി മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇതിന്ന് തരണം ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ ആ സമയത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അപ്പം അതിനുവേണ്ടി സാമർഥ്യമുള്ള സ്കിൽഡ് ആയിട്ടുള്ളവരായിട്ട് മാറണം ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നന്നായി പഠിപ്പിക്കാൻ കഴിവുണ്ടാവും. ചിലർക്ക് എല്ലാം അറിയും, ചിലപ്പോൾ പഠിപ്പിക്കാൻ കഴിവുണ്ടാവില്ല. പക്ഷെ ചിലർക്ക് ക്ലാസ് റൂം മാനേജ് ചെയ്യണതായിരിക്കും അവർക്ക് കഴിവ്. ചില കുട്ടികൾ എത്ര ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള പിള്ളേരാണെങ്കിലും ആ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് വന്നു കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. അവർ ശ്രദ്ധിക്കും. ആ വിഷയത്തിനെ ഇഷ്ടപ്പെടുന്നതിലൂടെ, ആ ടീച്ചറെ ഇഷ്ടപ്പെടുന്നതിലൂടെ ആ വിഷയം കുട്ടികൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. എത്ര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും അവരത് പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിവുള്ള വിഷയം തന്നെയാണ്. അതൊക്കെ നമുക്ക് സാധ്യമാകുന്നത് നമ്മുടെ മനസ്സ് കുറച്ച് വിശാലമാക്കി വിടുമ്പോഴാണ് എന്നുള്ളത്. അപ്പം പൃഥ്വി, വായു, ആകാശം. അടുത്തത് ആപഹ. ഇവിടെ ആപശാന്തി എന്ന് ചൊല്ലി ശാന്തി മന്ത്രം ചൊല്ലും. അപ്പ് ജലം എന്ന് പറയും. ജലം എന്നാണ് അർത്ഥം. ഈ താവോയിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? താവോയിസം അതൊരു മതമാണ്. ഇപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊക്കെ പറയുന്നത് പോലെ താവോയിസം ഒരു മതമാണ്. വെള്ളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്, വെള്ളത്തിനെ പാഠ്യവിഷയമാക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ലാവോത്സു എന്ന് പറയുന്ന ഒരു ഋഷിയാണ് അതിൻ്റെ ആചാര്യനായിട്ട് വരുന്നത്. അപ്പൊ വെള്ളത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്ത് പഠിക്കാം? ക്ലാസ് റൂം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? വെള്ളം എങ്ങനെയാണ് നമുക്ക് അധ്യാപകനായിട്ട് മാറുക? ക്ഷമയോ? ക്ഷമ ഭൂമിയുടേതാണ്. എല്ലാ ഗുണങ്ങളും ഉണ്ട്, ജലത്തിലും അത് സമ്മേളിക്കുന്നുണ്ട്. പക്ഷെ ജലത്തിന്റെ കാര്യമായിട്ടുള്ളൊരു ഗുണം, ജലം എങ്ങനെയാണ് നമുക്ക് അധ്യാപകനായിട്ട് മാറുക? കേൾക്കണില്ല. ദാഹം മാറ്റുന്നത്, അളവ്, തണുപ്പ്. ഇപ്പോൾ ചില കുട്ടികളൊക്കെ വളരെ കാർക്കശ്യക്കാരായിരിക്കും. അപ്പം അവരോട് ഇടപഴകുമ്പോൾ അവരൊട്ടും അടുക്കുണ്ടാവില്ല.
അപ്പൊ നമ്മൾ 2-3 ദിവസമൊക്കെ അവരെ നിരീക്ഷിച്ച് പതുക്കെ പതുക്കെ അവരോട് സ്നേഹത്തിൽ ഒപ്പം കൂടി അവരുടെ കർക്കശമുള്ള ഹൃദയത്തെ പോലും ആ സ്നിഗ്ധത കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട് പതുക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അവരെ സോഫ്റ്റ് ആക്കാൻ, ഹാർഡായിരുന്ന അവരെ സോഫ്റ്റ് ആക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ വലിയ വലിയ പാറക്കെട്ടുകളും കൂർത്ത കല്ലിൽ കൂടെയും ജലം ഒഴുകി നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ കടലിലും പുഴയോരങ്ങളിലൊക്കെ പോയി പെറുക്കി നടക്കുന്ന വെള്ളാരം കല്ലൊക്കെ ഇല്ലേ, ഇത്രയും മിനുസവും ഭംഗിയും വരാൻ എന്താ കാരണം? വെള്ളത്തിന് ഒഴുകാൻ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്. വെള്ളം തന്നിലൂടെ ഒഴുകാൻ വേണ്ടി അത് സ്വയം അതിനെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അതിനത്രയും മഹത്വം ഉണ്ടാവുന്നത്. ജലം എന്ന് പറയുന്നത് വലിയൊരു കോൺസെപ്റ്റാണ്. നമുക്കറിയാം, ഇന്ന് ജലമലിനീകരണത്തിന്റെയും ചുറ്റും ഈ സംഗതികളൊക്കെ നമ്മൾ അത് പഠിക്കേണ്ട മറ്റൊരു വിഷയമാണ്. പക്ഷേ ജലത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, ഏതൊരു പ്രതിസന്ധി വന്നാലും ഒരു പുഴ ഒഴുകാതിരിക്കുന്നില്ല. പുഴയാണെങ്കിൽ അത് ഒഴുകുന്നുണ്ടാവും. നടുവിലൊരു വലിയൊരു പാറക്കഷ്ണം വരും, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരും. ഇങ്ങനെയൊക്കെ 108 പ്രശ്നമുണ്ടെങ്കിലും അതിനെ മറികടന്നൊഴുകാനുള്ളൊരു ശക്തി അതിനുണ്ട്. അപ്പൊ നിസ്സാര പ്രതിസന്ധികൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത വിദ്യാലയത്തിൽ തന്നെ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു അല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കണത്? എനിക്ക് അവരുടെ ഫാമിലിയെ വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, വീട്ടിലുള്ള ചില സാഹചര്യങ്ങള്, വിദ്യാലയത്തിലുള്ള ചില സാഹചര്യങ്ങള് ഈ കുട്ടികളുടെ ഇമോഷണൽ ഇംബാലൻസ് എന്തുകൊണ്ടുണ്ടായി എന്ന് പഠിക്കുന്നില്ല. മറിച്ച് അവര് മാത്സിനും ഹിന്ദിക്കും അല്ലെങ്കിൽ അവരുടെ ഓരോ സബ്ജക്റ്റും വാങ്ങുന്ന മാർക്കുകളൊക്കെ വളരെ വളരെ ടോപ്പാണ്. പക്ഷെ അവരുടെ മാനസികാവസ്ഥയെ പരിശോധിക്കാൻ ഒരു അധ്യാപകനും ഒരു മാതാപിതാക്കൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും കമ്പാരിസൺ ആണ്. നമ്മളെപ്പോഴും അവരെ മനസ്സിലാകാതെ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, അവൻ്റെ അത്ര മാർക്ക് നിനക്കില്ല, ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടികൾക്കൊക്കെ ജനിക്കുമ്പോൾ ഒരു സെൻറ്റർ ഉണ്ടെന്ന് നമ്മൾ പറയാം. ഇപ്പോൾ ഹിന്ദുയിസത്തില് ഒരു വിഷ്ണു ചക്രം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ വിഷ്ണു ചക്രം, അതിനൊരു സെൻറ്റർ ഉണ്ട് അല്ലേ? ഒന്നും വേണ്ട, ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സെൻറ്റർ ഉണ്ട്. ഇതേപോലെ ജനിക്കുന്ന കുട്ടികൾക്കും അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അവർ ആർജിച്ചെടുത്ത ഒരു സെൻറ്റർ ഉണ്ട്. ഈ സെൻറ്റർ തെറ്റിക്കഴിഞ്ഞാൽ എന്താ പറയുക? എക്സെൻറ്റർ പറയും. ഈ സെൻറ്റർ തെറ്റിക്കുന്നത് ആരാണ്? കുട്ടികളെ, നമ്മൾ തന്നെയാണ്. നമ്മൾ കമ്പയർ ചെയ്യാണ്. അവനെ കണ്ടുപിടിക്കും, ഇവനെ കണ്ടുപിടിക്കും, അപ്പുറത്തവനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കമ്പയർ ചെയ്ത് അവരുടെ മാനസിക നില തെറ്റിക്കാനുള്ള പ്രധാന കണ്ണി നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നൊരു നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടു കഴിഞ്ഞോ കുട്ടികളെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ കേസ് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് കാര്യങ്ങൾ എത്തിച്ചിരിക്കാൻ. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒറ്റപ്പാലത്ത് ഒരു സ്ഥലത്ത് ഒരു അധ്യാപികയും അവരുടെ ഹസ്ബൻഡ് പുറത്താണ്, വിദേശത്ത് എവിടെയോ ആണ്. ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒക്കെ ആ കുട്ടി മരിച്ചിട്ട് ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് അവര് പുറത്തിറങ്ങാൻ തുടങ്ങിയത് തന്നെ. ഇപ്പൊ അവർക്ക് ഏതാണ്ട് ഒരു 60-66 വയസ്സുണ്ട്. അപ്പൊ അവരുടെ ഒരു അനുഭവം വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പണ്ട് ഈ കുട്ടി ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കി ഗെയിമൊക്കെ കളിച്ചു. അപ്പോൾ ഈ അമ്മ ഒരേ ഒരു കുട്ടിയല്ലോ എന്ന് പറഞ്ഞ് ലാളിച്ച് വളർത്തുന്ന ഒരു ഇതായിരുന്നു. അപ്പം അച്ഛനാണെങ്കിൽ വിദേശത്തുമാണ്. അപ്പോൾ അവരുടെ വീട്ടിലുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗെയിം കളിക്കുന്ന ഒരു പരിപാടി തുടങ്ങി. അതിലൂടെ പൈസ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആവാൻ തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് സംശയം, തന്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൈസ പോണു, ഇത് എന്ത് സംഭവിച്ചു എന്നറിയില്ല. കുട്ടിയെ നിരീക്ഷിക്കാനൊന്നും അവർക്ക് സമയമില്ല. അവര് രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു. കുട്ടി ഈ സദാസമയം യന്ത്രത്തിന്റെ ഒപ്പം തന്നെയാണ്. സ്കൂളില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ മകനോട് ചോദിച്ചു. അപ്പൊ ആ മകനും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി, ശരി എനിക്കിന്ന് ഒഴിവാണ്, നമുക്ക് ബാങ്കിൽ ചെന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞ് അമ്മയും മകനും കൂടെ പോയി. ബാങ്കിൽ ഇവര് മൊബൈലൊക്കെ കാണിച്ചതാ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തോ ബാങ്കിലെ സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ കാണാനില്ല. ആ കുട്ടിയെ കാണുന്നില്ല. അന്ന് കാണാതായ കുട്ടി മരിച്ചോ എന്ന് അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അടുത്ത് KCBയുടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിംഗ് വളരെ പഴകിയതായിരുന്നു. അപ്പൊ അവിടെ പോയി മരിച്ചിരിക്കുകയാണ്. ഈ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ആളുടെ ഒരു സാഹചര്യം കൊണ്ട് അവിടെ ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ ബിൽഡിംഗ് ഒക്കെ തച്ചുടച്ച് പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുന്ന ഒരു വേളയിലാണ് ഈ അസ്ഥികൂടം കിട്ടുകയും അതിനെ പരിശോധിക്കുമ്പോഴാണ് തൻ്റെ കുട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അമ്മ വഴക്ക് പറയുമോ എന്നുള്ള ആ പേടിയില്, അമ്മ അടിക്കുമോ, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഇത്രയും പൈസ ഗെയിം കളിച്ച് കളഞ്ഞുല്ലോ എന്നുള്ളത്. ഇത് ഒരു കാറ്റഗറിയാണ്. ഇനിയൊരു കാറ്റഗറി, ഇനി എന്ത് കണ്ടുപിടിച്ചാലും
ഞങ്ങൾ ഇതിൽ കൊല്ലുകില്ല എന്ന് പറഞ്ഞ വേറൊരു ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. പക്ഷെ ഈ പല സാഹചര്യത്തിലൂടെയും നമുക്ക് സഞ്ചരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു പഠനോപകരണമായിട്ട് സ്വയം മാറുന്നിടത്താണ് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അവരെ പഴി പറഞ്ഞിട്ടോ, സാഹചര്യങ്ങളെ പഠിച്ചിട്ടോ, അധ്യാപകരെ പറഞ്ഞിട്ടോ, സ്കൂളിനെ പറഞ്ഞിട്ടോ, മാതാപിതാക്കളെ പറഞ്ഞിട്ടോ ഒക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളുടെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് നമ്മളൊരു സ്വാധ്യായത്തിനും സെൽഫ് അനാലിസിസിനും തയ്യാറായാൽ മാത്രമേ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്തായിട്ട് മാറുള്ളൂ, നാളെ നല്ലൊരു പൗരനായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സ്, നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ആരെ ബാധിക്കും? നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ ബാധിക്കുന്നുണ്ട്. നമ്മൾ എന്ത് പറയുമ്പോഴും ഈ പഴഞ്ചൻ സാധനങ്ങളെയൊക്കെ പറയാൻ നമ്മളൊരു കാര്യം ഉപയോഗിക്കാറില്ലേ? ഇത് ജാമ്പവാന്റെ ഒക്കെ കേൾക്കാറില്ലേ? ഈ ജാമ്പവാൻ ആരാണെന്നറിയോ? ഈ ജാമ്പവാൻ ആധുനിക ലോകത്ത് എത്രമാത്രം ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഈ ആധുനിക ലോകത്ത് കൊടുത്തതെന്ന് അറിയോ? ഒന്നിനും വയ്യ, എനിക്ക് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇരുന്ന ഒരു വാനരപ്പടയ്ക്ക് മുമ്പിൽ സകല സമസ്യകളും തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പോലെ കമ്പയർ ചെയ്യാൻ പോയില്ല. നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് ആഞ്ജനേയൻ എന്ന് പറഞ്ഞ, ഹനുമാൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സകല കഴിവുകളെയും പുറത്തെടുത്തിട്ടാണ് ജാമ്പവാൻ. അപ്പൊ ആ ജാമ്പവാൻ പഴയ കാലത്താളോ അതോ പുതിയ കാലത്താളോ? കാലാതിവർത്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പഴഞ്ചൻ സാധനങ്ങളെ ഉപയോഗിക്കുമ്പോൾ പറയുന്ന ഒരു വേർഡാണ് ജാമ്പവാൻ, ജാമ്പവാന്റെ കാലത്ത് നിന്ന്. അപ്പൊ ജാമ്പവാൻ പകർന്നു തന്നതുപോലെ ഒരു മാതാവിന്റെ ധർമ്മം, ഒരു പിതാവിന്റെ ധർമ്മം, ഒരു അധ്യാപകന്റെ ധർമ്മം ഒക്കെ ഈ സമൂഹത്തിൽ, ഈ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ലിവിങ് എന്ന് പറയുന്നത് വെറുതെ ജീവിച്ച് മരിച്ചു പോയാൽ മതിയോ? അല്ല, ഇത് അതിജീവനത്തിന്റെ അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു കലയുടെ പാഠമായിട്ട് ജീവിതത്തെ കാണിക്കാനുള്ള ഒരു ദർശനം നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ കുട്ടികളുടെ മനസ്സിലൊക്കെ അത് എൻ്റെ അധ്യാപികയാണ്. പണ്ടൊക്കെ അധ്യാപകരെ കാണുമ്പോൾ, ഗുരുക്കന്മാരെയൊക്കെ കാണുമ്പോൾ എത്ര മുതിർന്നാലും ചിലരൊക്കെ മുണ്ടൊക്കെ താഴത്തിട്ട് നമസ്കാരം പറയുകയും അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ബസ്സിൽ പോലും അവരെ കണ്ടു കഴിഞ്ഞാൽ സീറ്റ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുട്ടികളെ കുറ്റപ്പെടുത്താനേ ഇല്ല. കാരണം എന്താ? നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമ്മളെ അവർക്ക് ഇഷ്ടമില്ലാതെ അതിൻ്റെ കാരണം എന്താ? നമ്മുടെ സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവമാണ് നമ്മൾ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത്. അല്ലാതെ അവരെ നന്നാക്കാനുള്ള ഒരു ടൂളും അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വിലയിരുത്താൻ സാധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പണ്ട് ഗൾഫിൽ നിന്ന് വന്ന ഒരു ചേട്ടൻ നാട്ടിൽ വരുമ്പോൾ അനുജന് സംഗീതത്തിൽ നല്ല ഭ്രമമുണ്ടെന്ന് കണ്ടിട്ട് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കൊണ്ടുവരാം. പണ്ടൊക്കെ വിദേശത്ത് നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ വലിയ കൗതുകമാണ്. അതിൽ നിറയെ ബട്ടണുകൾ ഉണ്ടായിരുന്നു. ഓരോ ബട്ടൺ അമർത്തുമ്പോഴും അത് ഓരോ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യും. ഗിത്താർ വായിക്കും, പിന്നെ വീണ വായിക്കും, വയലിൻ വായിക്കും, സംഗീതം പൊഴിക്കും. ഇതൊക്കെ ഒരു പ്രത്യേകതയുള്ള ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന ഉടനെ ആ ജിജ്ഞാസ, ആ കൗതുകം കാരണം അത് അഴിച്ചു, ഉടനെ തന്നെ കുത്തി സ്വിച്ച് ഓൺ ചെയ്തതും ടപേ ഒരു പൊട്ടിത്തെറിയാണ്, ഒരു പുകയും കരിയാണ് അവിടെ കണ്ടത്. നല്ല വിഷമായി. കൊണ്ടുവന്ന ഒരു പ്രാവശ്യം പോലും അതിനെ ഉപയോഗിക്കാൻ കഴിയാത്തതിൽ വിഷമായി. എന്നിട്ട് അദ്ദേഹം കമ്പനിയുടെ അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാരണം ഒരു അഡ്രസ്സിലേക്ക് കത്തെഴുതി, നിങ്ങൾ കൊണ്ടുവന്ന ഇൻസ്ട്രുമെന്റ് ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, ഇത് മാറ്റിത്തരണം, ഇത് റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു കത്ത് അങ്ങോട്ട് അയച്ചു. ഒരാഴ്ച പിടിച്ചു കമ്പനിയുടെ മറുപടി കത്ത് വരാൻ വേണ്ടിയിട്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു: ഈ ഇൻസ്ട്രുമെന്റിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഈ ഒരു വളരെ ചെറിയ വോൾട്ടേജിൽ പ്രവർത്തിപ്പിക്കേണ്ട ഒരു സാധനം നിങ്ങൾ ഒരു 220 വോൾട്ടിലൊക്കെയാണ് കൊണ്ട് കത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പൊട്ടിപ്പോയതിൽ ഖേദിക്കാനില്ല. മാത്രമല്ല ഇതിനു വേണ്ടി ഇതിനൊരു മാർഗദർശി എന്നോണം ഇതിൻ്റെ കൂടെ ഞങ്ങൾ എന്ത് തരും? ഒരു ഹാൻഡ് ബുക്ക്, ഒരു കൈപുസ്തകം. ഏതൊരു ഇലക്ട്രോണിക്സ് ഉപകരണം വാങ്ങിക്കുമ്പോഴും, ഫ്രിഡ്ജ് വാങ്ങിച്ചാലും TV വാങ്ങിച്ചാലും എന്ത് വാങ്ങിച്ചാലും നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ കൂടെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാവും. ഈ ഹാൻഡ് ബുക്ക് ഒന്നും വായിച്ച് പഠിച്ചിട്ടൊന്നും അല്ല നമ്മൾ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്, അതാണ് സത്യം. പക്ഷേ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് വായിച്ചില്ല എന്നായിരുന്നു കമ്പനിയുടെ മറുപടിക്ക്. ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇപ്പം ഇത് പറഞ്ഞത് ഇത് വിലപിടിച്ച ഒരു ഇൻസ്ട്രുമെന്റിന്റെ കഥയാണ്. പക്ഷേ വിലമതിക്കാനാവാത്ത ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടികളും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിൽ പല സാധനങ്ങളും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ചില പുസ്തകങ്ങൾ, ചില ഹാൻഡ് ബുക്കുകളുണ്ട്. ഈ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് എന്ന് മാത്രം തെറ്റിദ്ധരിച്ചു പോകരുത്. അതാണ് ചുറ്റുപാടുകൾ,
നമ്മുടെ മുതിർന്ന ആളുകൾ അവരെ ബഹുമാനിക്കുന്നതിലൂടെയും ആദരിക്കുന്നതിലൂടെയും അവരുടെ അനുഭവങ്ങൾ പങ്കെടുക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. ഇന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ. ഇന്നൊരു ആതിഥേയ മര്യാദയുണ്ടോ? ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പം മക്കളുള്ളവർക്ക് അറിയാം, അവർ കാലിൻ്റെ മേലെ കാലും കയറ്റി വെച്ച് ഈ മൊബൈലിൽ നോക്കും. ആരാ വന്നേ എന്ന് പോലും നോക്കാനുള്ള ഒരു സാമാന്യ മര്യാദ, ഒരു അതിഥി മര്യാദയൊന്നും അവർ കാണിച്ചു എന്ന് വരില്ല. ഇതാര് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം? നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം. നമ്മൾ ടീച്ചേഴ്സ് അല്ലേ. നമ്മൾ അടുത്ത കുട്ടികളെ പഠിപ്പിച്ച് അവരെ മാർഗദീപമായിട്ടൊക്കെ വളർത്തുന്ന വലിയ വാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ മോശമായിട്ടുള്ള സ്വഭാവം കൊണ്ട് നടന്നാൽ ഈ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. അത് ഇതിലൂടെ നമുക്ക് സാധിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇനി അടുത്ത ഗുരുവിലേക്ക് നമുക്ക് പെട്ടെന്ന് ഓടിച്ച് പറയേണ്ടതുണ്ട്. അഗ്നിയാണ് അടുത്ത ഗുരു. അഗ്നി എങ്ങനെ? അഗ്നിയിൽ നിന്ന് എന്താ പഠിക്കണ്ടേ? കേൾക്കണില്ല? ശുദ്ധിയാക്കാം. അഗ്നി ശുദ്ധിയാക്കണത് അതിൽ കൊണ്ടിട്ട എല്ലാ സാധനങ്ങളെയും ഒരുപോലെ കത്തിക്കും. ഇതെനിക്ക് ഇഷ്ടമല്ല, ഇത് നല്ലതല്ല എന്ന് പറഞ്ഞത് കത്തിക്കാതിരിക്കില്ല. നല്ലതെന്നോ ചീത്തയെന്നോ തന്നിൽ വന്നു ചേരുന്ന സാധനങ്ങൾ എന്തോ അതിനെ ദഹിപ്പിക്കുക എന്നുള്ളൊരു ധർമ്മമാണ് തീയിനുള്ളത്. അതുപോലെ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ നല്ലതാണോ ചീത്തയാണോ, അവർ ചീത്തയാവാൻ കാരണം നല്ലതാവാൻ കാരണമൊക്കെ അതിന് പുറകെ ധാരാളം കാരണങ്ങളുണ്ടാവും. ഒരുപക്ഷെ ആ കാരണങ്ങളുടെ പുറകെ പോയിട്ട് അത് പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ പരിഹരിക്കുക. അല്ലാത്ത പക്ഷം അവരിലൊരു പാർഷ്യാലിറ്റി കാണാതിരിക്കുക. ചില പഠിക്കുന്ന കുട്ടികളെ മാത്രം, അല്ലെങ്കിൽ ചില സൗന്ദര്യമുള്ള കുട്ടികളെ മാത്രം, അല്ലെങ്കിൽ ക്ലാസ്സിൽ കുറച്ച് മിടുക്കരായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പം ചിലരൊക്കെ ട്യൂഷന് പോയാലും സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചില്ലെങ്കിലും നല്ലോണം പഠിക്കുന്ന കുട്ടികൾ ധാരാളം ഉണ്ടാവും. നമ്മൾ അവരെയല്ല യഥാർത്ഥത്തിൽ, അവരോടൊപ്പം തന്നെ മറ്റു കുട്ടികളെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചാൽ അവിടെയാണ് ഒരു അധ്യാപകന്റെ വിജയം എന്ന് പറയുന്നത്. നന്നായി മിടുക്കരായി പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മുടെ സഹായമൊന്നും ഇപ്പോൾ വേണമെന്നൊന്നുമില്ല. ഇപ്പം ജെമിനി, ചാറ്റ് GPT എന്തെല്ലാം സൗകര്യങ്ങൾ മൊബൈലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരതൊക്കെ വെച്ച് പഠിച്ചോളും. അപ്പോൾ പഠിക്കാത്ത കുട്ടികളെ, ബാക്ക് ബെഞ്ചേഴ്സിനെ നമുക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു സാറ് ക്ലാസ് എടുക്കുമ്പോൾ കുറേ പേരൊക്കെ അതിൽ അമ്മമാർ തന്നെയായിരുന്നു. അപ്പൊ സാർ അവരോട് ചോദിച്ചു, നിങ്ങളുടെ മക്കളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങോട്ട് വരുന്ന മക്കള്, അമ്മ മകനേന്ന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്ന മക്കൾ എത്ര പേർക്കുണ്ട് ചോദിച്ചു. ഉടനെ തന്നെ എല്ലാവരും കൈമുന്തിച്ചു. ആരുടെ മക്കളും വിളിച്ചാൽ അപ്പം തന്നെ ഓടി വരുമൊന്നുമില്ല. എന്നാലും അമ്മമാർക്ക് അവരെ വിട്ടുകൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവരുടനെ കൈമുന്തിച്ചു. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, ഇപ്പൊ വിളിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന്. അപ്പൊ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വിളിച്ചിട്ടും വിളിച്ച ഭാവം കേട്ട ഭാവം ഇല്ലാതെ തിരിഞ്ഞു നടക്കുന്ന ആൾക്കാർ ആരൊക്കെ, എത്ര കുട്ടികൾ അങ്ങനെ മക്കളായിട്ടുള്ളവരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരും കൈ ഉയർത്തിയില്ല. പക്ഷെ ഭൂരിഭാഗം പേരുടെയും മക്കൾ നമുക്കറിയാവുന്നതല്ലേ അല്ലേ? വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സമയം ആ കുട്ടികൾക്ക് അത്രയും എനർജി, എന്തൂസിയാസം, പ്രായം ഒക്കെ നമ്മൾ പറഞ്ഞത് കേൾക്കണം എന്നില്ല. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഇനി പറയൂ, ഏറ്റവും ഈ ലോകത്തെ ഭരിക്കാൻ ശ്രേഷ്ഠരായിട്ടുള്ളവര്, ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് നമ്മൾ പറയുന്ന, വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവരുടെ താല്പര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു പോകുന്നവരായിരിക്കും ഒരു പക്ഷേ ഈ ലോകം കീഴടക്കുക എന്ന് മാഷ് പറഞ്ഞപ്പോൾ ഇനി ഒന്നുകൂടി ആ ചോദ്യം ആവർത്തിക്കാമോ എന്നാണ് ചോദിച്ചത്. ചോദ്യം ആവർത്തിച്ചപ്പോൾ കൈപൊങ്ങിച്ചത് മുഴുവൻ ഈ 3ാമത്തെ ക്വസ്റ്റ്യനായിരുന്നു എന്നുള്ളത്. അപ്പൊ സത്യം അതല്ലേ? അപ്പൊ നമ്മൾ അവര് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവർ വളരെ വിക്രസാണ്, അവരിങ്ങനെ സ്കാറ്റേർഡ് ആണ്, നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു നിഷേധികളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കൈവിടാതെ നമുക്ക് അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെയാണ്. പക്ഷെ ഇന്ന് ഈ ആധുനിക ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന്, നേരത്തെ ഭൂമിയെ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അതിന് വിപ്ലവം എന്ന് പറയും. പെട്ടെന്നൊരു മാറ്റം, അതിനോട്ടല്ലേ വിപ്ലവം എന്ന് പറയുന്നത്. പെട്ടെന്നൊരു മാറ്റം വേണം, ഒരു പരിണാമം അപ്പം തന്നെ വേണം എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഇങ്ങനെ പതുക്കെ മാറ്റം കൊണ്ടുവരാൻ അക്ഷമരായ നമ്മൾ ഒരു ചെടി വെക്കുന്നതിൽ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ്, 2 വർഷം കൊണ്ട് കായ്ക്കുന്ന മാമ്പഴം, 1 വർഷം കൊണ്ട് കായ് വരുന്ന ചക്ക, പ്ലാവ്, ഇങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ഹൈബ്രിഡൈസേഷൻ വളർന്നതിന്റെ കാര്യം മാത്രമല്ല, അത് ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് മാത്രമല്ല, നമ്മുടെ സങ്കുചിതാവസ്ഥ മാത്രമാണ് അതിൽ റിഫ്ലക്ട് ചെയ്യുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. പെട്ടെന്ന് റിസൾട്ട് വേണം. പണ്ടൊക്കെ ഒരു മൂച്ചി നടുമ്പോഴേ, ഒരു പ്ലാവ് നടുമ്പോഴേ നമ്മുടെ മുതുമുത്തശ്ശന്മാർ നമുക്ക് വേണ്ടി, അവർക്കതിലെ പഴം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അവർ നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തു വെച്ചത്. ഇപ്പൊ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു റിസോഴ്സിനെ പോലും നമ്മൾ നിലനിർത്താൻ തയ്യാറല്ല. ഈ വനദിനം അല്ലെങ്കിൽ ഈ
ജലമലിനീകരണം തടയുക, ഇങ്ങനെ വരുമ്പോഴേ പുകയില വിരുദ്ധ ദിനം എന്ന് പറയുമ്പോഴേ, അല്ലെങ്കിൽ ജൂൺ 5 പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അറിയാതെ പ്രകൃതിയോടും ഈ വക കാര്യങ്ങളോടും ഒരു സ്നേഹം തോന്നിപ്പോയി നമ്മൾ ബോധമുള്ളവരാകുക. അത് ഒരു ദിവസത്തെ മാത്രം ആഘോഷമാണ്. ഞാനും ഒരു മരം വെച്ച് പിടിപ്പിക്കുന്ന ചടങ്ങിന് പോയിട്ടുണ്ട്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ പോയിട്ട് വൃക്ഷത്തൈകളൊക്കെ വെച്ചു. എനിക്ക് ലക്ഷ്മി തരൂ എന്ന് പറയുന്ന ഒരു വൃക്ഷത്തൈയാണ് കിട്ടിയത്. അത് വെച്ചു. കുറേ ആളുകളുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴി കുഴിച്ചു, അവിടെ ഒരു കപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വൃക്ഷത്തൈ അവിടെ പിടിപ്പിക്കുന്നു, മണ്ണിടുന്നു, വെള്ളം ഒഴിക്കണം. അതാണ് ഈ 3 കാര്യമുള്ളൂ. അപ്പോൾ അതൊരു പറഞ്ഞാൽ ചെയ്യേ വേണ്ടു. അപ്പോൾ കൊറോണയൊന്നും അത്രയ്ക്ക് ഇങ്ങോട്ട് മാറാത്ത ഒരു സമയത്താണ് നമ്മളവിടെ പോയത്. അപ്പം ജൂൺ 5 പരിസ്ഥിതിയോടുള്ള നമ്മുടെ സ്നേഹം പ്രത്യക്ഷമാകുന്ന ദിവസം നമ്മൾ മരം വെച്ചു. അപ്പം എല്ലാവരും ഞാൻ നോക്കുമ്പോൾ സെൽഫി എടുക്കുന്നുണ്ട്. ഞാനും സെൽഫി എടുത്തു. അപ്പം നോക്കുമ്പോഴാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ നിന്ന് പരിഹസിച്ച് ചിരിക്കണം. അപ്പോൾ ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്നതിന് ഇത്രയധികം പരിഹസിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയണത് വേറൊന്നുമല്ല, നിന്നെ കളിയാക്കിയതൊന്നുമല്ല, 5 വർഷം അവർ ഇതേ കുഴിയിൽ തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കണേ മരം. 5 വർഷമായി സെയിം കുഴിയിലാണ് അവർ ഈ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്നത്. അത് ആലോചിച്ച് ചിരിച്ചു പോയതാണ്. ലോകത്തിന്റെ ഗതി ആലോചിച്ച് ചിരിച്ചു പോയതാണ്. അപ്പൊ നമ്മൾ വയ്ക്കല് മാത്രമേ ഉള്ളൂ, പരിപാലനമില്ല. അടുത്ത തലമുറയെ കുറിച്ച് പാട്ടുപാടലേ ഉള്ളൂ. നമ്മൾക്കുണ്ടല്ലോ മക്കള്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി എന്താണ് കരുതുന്നത്? കുറേ സമ്പാദ്യമോ ഇട്ടുമൂടാനുള്ള സ്വത്തോ? അതൊന്നുമല്ല. നമുക്ക് വിലപ്പെട്ട റിസോഴ്സസുകളുണ്ട്. നല്ല വായു, നല്ല അന്തരീക്ഷം, നല്ല ജലം, ഇതൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓ, ഞാനൊരാൾ വിചാരിച്ചത് കൊണ്ട് ലോകം മുഴുവൻ നന്നായി പോവല്ലേ എന്നൊരു ടീച്ചർ വിചാരിച്ചപ്പോ അവിടെ വലിയൊരു പരാജയം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ കെമിസ്ട്രി അധ്യാപികയാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ പ്ലാസ്റ്റിക് എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുകയെന്ന് വെച്ചാൽ അവിടെ ടീച്ചർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാല്യൂ എന്താണ്? ആർട്സ് ടീച്ചേഴ്സിന് മാത്രമല്ല വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, സയൻസ് ടീച്ചേഴ്സിനും പറ്റും. തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് നമ്മളോട് പറയണം പ്ലാസ്റ്റിക് പബ്ലിക് പ്ലേസിൽ വലിച്ചെറിയരുത്. അത് റീസൈക്കിൾ ബിൻ വിധേയമാക്കാൻ സാധിക്കുന്നത്, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് അതിനെ കൈമാറ്റം ചെയ്യണം. ഇത് കുട്ടികളെ പറഞ്ഞ് ആ വാല്യൂ അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിനു വേണ്ടിയുള്ള ഒരു അധ്യാപകനായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇത് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ പല സാധ്യതകളും നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഒരു ഐലൻഡ് തന്നെ ഈ ലോകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് പല രാജ്യങ്ങളും ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാർബൺ പുറത്ത് വിടരുത് എന്ന് ഇൻഡസ്ട്രീസിന് എത്ര തന്നെ വിലക്കിയാലും, ഇത്ര പെർസെൻറ്റേജേ പുറത്ത് വിടാൻ പാടൂ എന്ന് പറഞ്ഞാലും അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് അത്രയും മലിനീകരണം ഉണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ കൂടുതൽ ടാക്സ് കൊടുത്ത് ഞങ്ങൾക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളിത് കൊടുക്കും, പക്ഷെ എത്ര വേണമെങ്കിലും പൈസ അടച്ച് ഇതിനെ കരം കെട്ടാൻ എന്ന് പറയുന്നവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബോറടിക്കുന്ന, ഇപ്പം എല്ലാവർക്കും ബോറടിക്കലാണ്. എന്ന് പറഞ്ഞാലും നമുക്കത് അവിടെ ശ്രദ്ധിക്കാനും അതിനെ ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്സില്ല നമുക്ക്. ഇതൊക്കെ ബോറടി ആയിട്ട് നമുക്ക് മാറും. ഇന്ന് എന്ത് ചെയ്താലും, ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്താലും അടുത്ത നിമിഷം അത് ബോറിംഗ് ആയിട്ട് മാറുന്നതിൻ്റെ കാരണം നമ്മൾ അത് ഉൾക്കൊള്ളുന്നില്ല, നമ്മുടെ മനസ്സിലേക്ക് അത് കയറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അഗ്നി പോലെ നമ്മളും കുട്ടികളെ ഒരു ഊർധ്വമുഖമായിട്ട് എന്തിനേയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയിലേക്ക് കൂടി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം, ആ ക്വാളിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ആ കുട്ടിക്ക് വേണം. അത് ഈ പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ പൃഥ്വി, വായു, ആകാശമാപഹ, അഗ്നി, ചന്ദ്രൻ. ചന്ദ്രനെ കാണിച്ചുകൊണ്ട് നമുക്ക് എന്താ പഠിപ്പിക്കാൻ പറ്റുക? പണ്ടൊക്കെ ആണെങ്കിൽ അമ്മമാര്, ഇന്നൊക്കെ മൊബൈൽ കാണിച്ചിട്ടാണ് ചോറ് കൊടുക്കുക കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ അല്ലെ. പണ്ടൊക്കെ ആണെങ്കിൽ കാക്കേ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടു മാനത്ത്, ആ അമ്പിളി എങ്ങനെ മാമനായി എന്ന് എനിക്കറിയില്ല ഇപ്പോഴും. അനേകം അല്ലെ, എത്രയോ ദശലക്ഷം കിലോമീറ്ററിലധികം, ഇത്രയും പ്രകാശവർഷം അകലെ കിടക്കുന്ന ചന്ദ്രനെ നമ്മൾ എന്താ പറയണത്? അമ്പിളി മാമൻ എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടിയെ ആ പ്രകൃതിയുടെ ഒരു പ്രകൃതി എന്ന ഗുരുനാഥനിലേക്ക് അമ്മ, അച്ഛൻ, ആ വീട്ടിലെ സാഹചര്യങ്ങൾ ഇറക്കിക്കൊണ്ടുവരുന്ന വഴിയാണ്. ഇന്നത് നഷ്ടപ്പെട്ടത് കൊണ്ട് കിളിയേറിയില്ല അണ്ണാറക്കണ്ണ, എനിക്ക് മാത്രം സുഖമായി ജീവിച്ചാൽ മതി, മറ്റൊന്നിനെ കുറിച്ചും കൺസിഡർ ചെയ്യില്ല. പുഴയെ അറിയില്ല, മലയറിയില്ല, കാടറിയില്ല, ഒന്നും തന്നെ അറിയാത്തവരായിട്ട് നമ്മൾ മാറുന്നു. നമ്മളുടെ ഈ ഒറ്റപ്പാലത്ത് ഒരു അച്ഛൻ്റെ കൈപിടിച്ചൊരു കുട്ടി പോവുകയാണ്.
അപ്പോഴാണ് അവിടെ മണൽ കൂനകളും കൂമ്പാരങ്ങളും കുറേ കുറ്റിച്ചെടികളും മാത്രം കാണുന്നു. അനേകം കിലോമീറ്റർ അത് കാണുകയാണ് ഈ കുട്ടി. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഇവിടെ എന്തായിരുന്നു? ഇവിടെ വീടുകളൊന്നും കാണാനില്ലല്ലോ, ഇവിടെ എന്തായിരുന്നു എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു, ഭാരത പുഴയുണ്ടായിരുന്നു. ഉണ്ടായ ഏതോ ഒരു പുഴയെ പറ്റിയിട്ടുള്ള പാട്ട്. അപ്പൊ ഇത് നമ്മുടെ ചെത്തല്ലൂരിലെ ഒരു കവിയാണ്, പ്രാദേശിക കവിയാണ് ഇത് എഴുതിയത് എന്നുള്ളതാണ്. ഇത് വായിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 കേരളത്തിൽ പ്രളയം വന്നത്. അതോടുകൂടി വെള്ളത്തിൽ ഇതൊക്കെ ഒലിച്ചു പോയി. പുഴയുടെ സ്ഥലം പുഴയെടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ചൂഷണങ്ങളും നമ്മളുടെ അതിക്രമങ്ങളും അതിരുവിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിക്ഷയാണ്. പക്ഷെ അതിൽ നിന്നൊന്നും മനുഷ്യൻ പാഠം ഗ്രഹിക്കുന്നില്ല. കൊറോണ ദേവിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിച്ച ഒരു സംസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? കൊറോണയെ ഒരു ദൈവമായിട്ട് പ്രതിഷ്ഠിച്ച ഒരു സ്ഥലമുണ്ട്, അറിയാമോ? ഒന്ന് നോക്കിയാൽ മതി, അറിയാൻ സാധിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എത്ര വിഡ്ഢികളാണ് എന്നുള്ളത്. ഈ കൊറോണയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? കൊറോണ കാലത്താണ് പലരുടെയും അഭിരുചികളും സർഗാത്മക ചേതനകളും ഒക്കെ പുറത്തു വന്നത്. അവർ വരയ്ക്കാനും പാടാനും ആടാനും ഈ മീഡിയ വഴി അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായത് ആ സമയത്താണ് അവർക്ക് സമയം കണ്ടെത്താൻ സാധിച്ചത്. അത് നമ്മൾ വല്ലാതെ സ്വാധീനിച്ച, നമ്മളുടെ ജീവിതത്തെ വല്ലാതെ ക്രമപ്പെടുത്തിയ, നിങ്ങളിവിടെ സമന്വയം എന്നല്ല ഇട്ടിരിക്കണം, ഈ സമന്വയത്തിന് ഇട നൽകിയ ഒരു അന്തരീക്ഷം കൂടിയായിരുന്നു കൊറോണ. അപ്പൊ കൊറോണയിൽ നിന്നും പാഠം പഠിച്ച കൊറോണ ഒരു അധ്യാപകനാവും, അതൊരു ഗുരുവാവും, അതൊരു ഈശ്വരനാവും. ഗുരുവും ഈശ്വരനും അധ്യാപകനും ഒക്കെ ഒന്നായി തീരുന്ന ഒരു വിശേഷ സാന്നിധ്യമാണ് നമുക്ക് നൽകുന്ന ഈ കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുക. അപ്പൊ ചന്ദ്രനിൽ നിന്ന് എന്ത് പാഠമാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ, ചന്ദ്രന്റെ കലകൾക്ക് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവും അല്ലെ? വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവും. പക്ഷെ ചന്ദ്രൻ ഇല്ലാണ്ടാവുണ്ടോ? ഉണ്ടാവില്ല. പക്ഷെ ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും അനങ്ങാതെ നിൽക്കാനുള്ള ആ സ്വരൂപത്തിനൊരു മാറ്റവും സംഭവിക്കില്ല. ഇതെങ്ങനെ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഓക്കെ, ചന്ദ്രനെ കണ്ടു പഠിക്കൂ, ഇത് അമ്പിളി അമ്മാമനാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഗുരുവായിട്ട് മാറുക, അധ്യാപകനായിട്ട് മാറുക ചന്ദ്രൻ? ഒന്ന് പറയാമോ? പറയാൻ സാധിക്കോ? ഒന്ന് ആലോചിക്കൂ. ചന്ദ്രൻ എങ്ങനെ? നമ്മുടെ സമയം പോണു. നമ്മളുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് നമ്മൾ ക്ലാസ്സിൽ കൊണ്ട് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. അത് ഒരു ഉദാഹരണം മാത്രം. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങളും നമ്മളുടെ ദുഃഖങ്ങളും നമ്മുടെ ഇമോഷണൽ ഇംബാലൻസ് ഒന്നും നമ്മൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ കുട്ടികളുടെ കൂട്ടായിട്ട് അവിടെ നിൽക്കുന്ന ഒരു അധ്യാപികയായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ചന്ദ്രനെ പോലെ വൃദ്ധിക്ഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എന്ത് സാഹചര്യം വന്നുകൊള്ളട്ടെ നമ്മൾ കുട്ടികളുടെ ഒപ്പം സധൈര്യം മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവും ഉണ്ടാകുമ്പോൾ നമ്മൾ ചന്ദ്രനായിട്ട് മാറുന്നു. അടുത്താണ് സൂര്യൻ. സൂര്യനിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും പഠിക്കാനുണ്ട്. സൂര്യനാണ് എടുക്കലിൻ്റെയും കൊടുക്കലിൻ്റെയും ധർമ്മമുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച രണ്ടു ആഴ്ച മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടാക്സ് പിരിക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാനിതിൽ കണ്ടു. അപ്പോൾ ജനങ്ങൾ അറിയാതെ ജനങ്ങളിൽ നഷ്ടബോധമുണ്ടായി, ഞാൻ ഇത്രയൊക്കെ ടാക്സ് അടയ്ക്കേണ്ടി വന്നു എന്നുള്ള ഒരു ധാരണ അവർക്ക് അറിയാത്ത രീതിയിൽ അവരിൽ നിന്ന് കരം പിരിക്കുവാൻ ശ്രദ്ധാലുക്കളാവണം ആര്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ളവർ. അതുപോലെയാണ് സൂര്യൻ എടുക്കുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും കല. സൂര്യൻ ജലാശയങ്ങളെ മുഴുവൻ നീരാവിയാക്കി, ആ ജലത്തെ നീരാവിയാക്കി കൊണ്ടുപോയി മഴ വിതരണം ചെയ്യണം. മഴ എവിടെയാണ് കൊടുക്കണത്? മഴയില്ലാത്ത സ്ഥലത്ത്. വേണ്ടുന്ന സ്ഥലത്താണ്, ആവശ്യമുള്ളിടത്ത് കൊടുക്കുന്ന ഒരു കല. അപ്പൊ ആവശ്യമുള്ളവർക്ക് അർഹതപ്പെട്ടവരായിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു ടീച്ചേഴ്സായിട്ട് മാറാം, നല്ലൊരു ഗുരുനാഥനായിട്ട് നമുക്ക് മാറാം. പുസ്തകങ്ങളിലെ അറിവുകൾ, നമ്മൾ പഠിച്ച അറിവുകൾ നമുക്ക് ഇത്ര പാണ്ഡിത്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ പറയാതെ, അത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പൊ കുട്ടികളുടെ ലെവലിൽ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ ക്വാളിഫിക്കേഷൻ ഒക്കെ വലുതായിരിക്കും അല്ലേ? ഇപ്പൊ BSc MSc അല്ലെങ്കിൽ B.Ed M.Ed ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു സ്കൂളിലൊക്കെ ജോയിൻ ചെയ്യാൻ പോണത്. അപ്പൊ അവിടെ എത്തിയിട്ട് ആ കുട്ടികളോട് നമ്മൾ M.Ed പഠിച്ചതിൻ്റെ, നമ്മൾ PG ചെയ്തതിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് സംസാരിക്കണോ, അതോ കുട്ടികളുടെ ആ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന അവരോടൊപ്പം നമ്മൾ സംവദിക്കണോ? ഏതാണ് ഉചിതമാവുക? രണ്ടാമത് പറഞ്ഞത് അല്ലേ? അപ്പൊ സൂര്യനെ പോലെ എടുക്കുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും ആവശ്യമുള്ളിടത്ത് വിതരണം ചെയ്യുന്നതിൻ്റെ ഒരു കല നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ അപ്പൊ സൂര്യനെ പോലെ നമുക്ക് ശോഭിക്കാം.
എന്നാണ് പറയണത്. അടുത്തത് ഒരു ഉദാഹരണം പ്രാവിനെയാണ് ഗുരുവായിട്ട് പറയണത്. നമുക്ക് പെട്ടെന്ന് ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. പ്രാവ് എങ്ങനെയാ ഗുരുവായിട്ട് മാറുക? ഒരു ദിവസം പ്രാവ് തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് ഒരു വേടൻ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വലയ്ക്കകത്താക്കിയിരിക്കണം. അപ്പോൾ അതിന് വിഷമം വന്നു. അതിന് കുട്ടികളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല, എന്തായാലും സങ്കടം ഉണ്ടാവും. അപ്പോൾ ആ പ്രാവ് വേടൻ്റെ അടുത്ത് സ്വയം സമർപ്പിത, അവിടെ എന്നെ കൂടെ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ ഇത് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആധ്യാത്മിക ഭാഷയിലാണ് അത് ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കുക? അമിതമായിട്ടുള്ള മമത, ഒരുപാട് അറ്റാച്ച്മെന്റ് നമ്മളെ ദുഃഖങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിക്കും. അതൊന്ന് ഊരിപ്പോരാൻ പറ്റില്ല. അത് ഈ വല വിരിച്ചതുപോലെയാണ് നെറ്റ്വർക്ക് നമ്മുടെ ചുറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്താ എപ്പോഴാ ആരാ ട്രാപ്പിലാവുക അറിയില്ല. ഇതിനൊക്കെ നിന്ന് കൊടുത്തിട്ട് അതിൽ ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്ന ഈ പ്രാവിന്റെ അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുക എന്നുള്ള പല പ്രിക്വേഷൻസും എടുത്ത് ഈ ലോകം മുഴുവൻ നല്ലതല്ല, എനിക്ക് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവറോൺമെന്റിൽ കൂടെ നമ്മൾ നടന്ന് ശീലിക്കുകയേ നമുക്ക് വഴിയുള്ളൂ. അതിന് നമ്മൾ മാർഗദർശികളാക്കാൻ പറ്റുന്ന കുറേ ഉദാഹരണങ്ങളാണ് ഈ 24 ഗുരുക്കന്മാര്. ഈ 24 ഇതിൽ ഒതുങ്ങുന്നില്ല, 24 അധികം, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ഒക്കെ എടുത്താൽ നമുക്ക് ധാരാളം ഗുരുക്കന്മാരെ നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാത്തിനോടും ഒരു അനാസക്തി, ഒരു അറ്റാച്ച്മെന്റ് ആവാം, പക്ഷേ അത് നമ്മളുടെ ബന്ധനമാവരുത് എന്നുള്ള രീതിയിലാണ് പല കുട്ടികളും. ഇപ്പോൾ എനിക്കൊരു ടീച്ചറുടെ കാര്യം അറിയാം. അതായത് അവർക്ക് ഭർത്താവും 2 കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ക്ലാസ്സിലെ ഒരു കുട്ടിയോട് അമിതമായ വാത്സല്യം അവനെ മകനായിട്ട് കണ്ടു, അങ്ങനെ ഇഷ്ടമായി, അവനെ കൂടുതൽ ലാളിച്ചു. അവനാരുമില്ല എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ടീച്ചർക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. അവനെ സ്വന്തം മകനായിട്ട് അവൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുള്ളൂ, അവനെ വീട്ടിൽ കൊണ്ടുവന്നാക്കും, ഇങ്ങനെയൊക്കെ ചെയ്ത് അവൻ്റെ ഒരു ടേക്ക് കെയർ മുഴുവൻ ടീച്ചർ ചെയ്ത് അവസാനം 1 വർഷം കഴിഞ്ഞപ്പോൾ ടീച്ചർ സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് ഈ കുട്ടിയോടൊപ്പം പോയി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പല 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 കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അമിതമായ മമത, അതിനടിപ്പെട്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നവരാവരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ഒരു പെരുമ്പാമ്പ് എങ്ങനെയാ ഗുരുവാവുക? ഇതൊക്കെ കൊണ്ടുവന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റ് നമ്മളോട് സംവദിക്കുന്നത്. പെരുമ്പാമ്പ് ഇര തേടി പോണതായിട്ട് ആരും കണ്ടിട്ടില്ല. പെരുമ്പാമ്പിന്റെ അടുത്തേക്ക് ഓരോ ഇര വന്ന് ചേരുകയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ പെരുമ്പാമ്പ് ഇങ്ങനെ ഇരിക്കണു. അപ്പോഴാണ് അവധൂതം നോക്കുമ്പോഴുണ്ട് കുഴിമടിയൻ, ഒരു പണിയും ചെയ്യാൻ വയ്യ, ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അടുത്ത ക്ഷണത്തിൽ ഒരു മുയൽ വന്ന് പെരുമ്പാമ്പിന്റെ വായിലോട്ട് കയറി പോകുന്നത് കാണാൻ സാധിക്കുന്നു. അതെങ്ങനെയാ പണിയെടുക്കാണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റിയേ എന്നാണ് ആദ്യം നമ്മൾ ഇതിന്റെ അക്ഷരാർത്ഥം ചിന്തിക്കും. അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം. എതിർച്ചാലാഭ സന്തുഷ്ട. ഈ പ്രകൃതി നമുക്ക് എന്താണോ തരാൻ പുറപ്പെട്ടിരിക്കുന്നത് അത് തരും. അതിനു വേണ്ടി ക്ഷമയോടെയുള്ള കാത്തിരിപ്പാണ്. ഭക്ഷണം വേട്ടയാടി പിടിക്കാൻ പോവാത്തത് കൊണ്ട് ഒരു പെരുമ്പാമ്പും ഇന്നുവരെ പട്ടിണി കിടന്ന് ചത്തിട്ടില്ല. അതിന് ഇര ആര് കൊണ്ടുവന്ന് കൊടുക്കും? പ്രകൃതി. അതിലൊരു വിശ്വാസമുണ്ട്, ഒരു സമർപ്പണമുണ്ട്. നമുക്ക് അമ്മയിൽ വിശ്വാസമില്ലേ? അച്ഛനിൽ വിശ്വാസമില്ലേ? നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ വിശ്വാസമില്ലേ? നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ വിശ്വാസമില്ലേ? ഇതിലൊക്കെ വിശ്വസിച്ചാലേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതാണ് ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഓരോ കുട്ടികളും നമ്മളെ വിശ്വസിച്ച്, അവരുടെ മാതാപിതാക്കൾ നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവരെ മോൾഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കൊണ്ടു തരുന്നത്. അപ്പൊ അതിന്റെ ശ്രദ്ധ നമ്മൾ ആ കുട്ടികളിലും ചെലുത്തിയാൽ മാത്രമാണ് ഇതിനെയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുമ്പോഴൊരു പ്രൊഫഷണൽ ബൗണ്ടറി അതിന് ആവശ്യമാണ്, ഒരു പ്രൊഫഷണൽ എത്തിക്സ് അതിനാവശ്യമാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇനി അടുത്ത ഒരു കാര്യമാണ് സമുദ്രം. നമ്മൾ ഓടിച്ചു പോകുന്നത് നമ്മുടെ സമയം കഴിയാറായതുകൊണ്ടാണ്. സമുദ്രത്തിൽ നിന്നിപ്പോൾ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? എല്ലാവരും ബീച്ചൊക്കെ കാണാൻ പോകും. ഇപ്പോൾ നമ്മൾ ടൂറ് പോകുമ്പോൾ നമ്മളുടെ സ്കൂളിൻ്റെ കോളേജിൻ്റെ ഒക്കെ ഭാഗമായി നമ്മൾ ടൂറ് പോകുമ്പോൾ ഒരുപാട് ബീച്ചിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ സമുദ്രം കാണുമ്പോൾ നമുക്ക് അതിനെ അധ്യാപകനാക്കാൻ തോന്നിയിട്ടുണ്ടോ? പുഴയിലെ വെള്ളമൊക്കെ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഈ പുഴവെള്ളം വന്ന് നിറഞ്ഞ് സമുദ്രം കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ടോ? സമുദ്രത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് സമുദ്രത്തിനെ പറയാൻ സാധിക്കുന്ന ഒരു വാക്കാണ് സമുദ്രൈവ ഗംഭീരാത്. സമുദ്രം പോലെ ആയിരിക്കണം അത്രയും നമ്മളുടെ ഭാവം. എന്തു വന്നാലും കുലുങ്ങില്ല. എത്ര പുഴയും എത്ര വെള്ളവും വന്നു കഴിഞ്ഞാലും നിറഞ്ഞു കവിഞ്ഞ്
ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ. ഈ ഫ്ലഡിനെയൊക്കെ ഒന്ന് വെച്ച് ഇതിനെ കണക്ട് ചെയ്യരുത് കേട്ടോ, അത് വേറൊരു കോണ്ടെക്സ്റ്റ് തന്നെയാണ്. അത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വിനയായി വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭാവം നമുക്ക് അവകാശപ്പെടാൻ സാധിക്കണം. ഇപ്പൊ രാമായണമൊക്കെ അതിൽ ശ്രീരാമൻ എന്ന് പറയുന്നൊരു ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലേ. ശ്രീരാമൻ അങ്ങനെയാണ്. നാളെ അച്ഛൻ പറഞ്ഞു, നാളെ നിന്നെ രാജാവായി വാഴിക്കാൻ പോവാണ്, നിന്റെ പട്ടാഭിഷേകമാണ്, റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് വന്നു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതേ രാത്രി അവസാനിക്കും മുമ്പ് തന്നെ അച്ഛൻ ഒന്നുകൂടി വിളിപ്പിക്കുകയാണ്. അവിടെ അച്ഛനല്ല സംസാരിക്കുന്നത്, ചിറ്റമ്മയാണ് സംസാരിക്കുന്നത്. കൈകേയി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. കൈകേയി പറഞ്ഞു, നിനക്ക് രാജ്യമില്ല എന്ന് മാത്രമല്ല, നീ എവിടേക്ക് പോകണം? കാട്ടിലേക്ക് പോകണം. ആ ഒരു കംഫേർട്ട് സോണിൽ നിന്ന് എവിടേക്കാ പോണത്? കൊടും കാട്ടിലേക്കാണ് പോകുന്നത്. അവിടെയും ശ്രീരാമന് ഒരു കുലുക്കമില്ല. എനിക്ക് അർഹതപ്പെട്ട രാജ്യം എന്നെ എന്തിനു നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കയർക്കാനുള്ള ശാസ്ത്രമതമുണ്ടായിരുന്നു, സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛനെ വാളെടുത്ത് വെട്ടാൻ പോയ ഒരാളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ ഇരിക്കലും എന്തു വന്നാലും എൻ്റെ ഭാവത്തിൽ ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുലുക്കമില്ലാതെ നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ സൈക്കോളജി പഠിക്കുമ്പോൾ പഠിക്കും ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന്, ജൈവചോദന. ഈ ജൈവചോദനയുടെ ഉപോൽപ്പന്നങ്ങളാണ് നമ്മളൊക്കെ അല്ലേ. പക്ഷേ ഈ ജൈവചോദനയെ മറികടക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ലോകത്തിൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ മറികടന്നേ സാധിക്കുള്ളൂ. അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്ത്, ഓരോ ഷെല്ലും ബ്രേക്ക് ചെയ്ത് അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് പോകണം. ഈ എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന അല്ലേ, ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, ഫുഡ്, ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താ? സെൽഫ് എസ്റ്റീമോ? അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടല്ലേ. സേഫ്റ്റി നീഡ്സ് അല്ലേ. നമുക്ക് സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് അനുഭവിച്ച് അതിലൂടെ നമ്മൾ മറികടക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മളൊരു ഫാമിലിയുടെ, അല്ലെങ്കിൽ വിശ്വകുടുംബത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു ഊർജ്ജം നമുക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു അഭിമാനം, ഞാൻ ഇന്ന ആളാണ് സമൂഹത്തിൽ, എനിക്കൊരു വ്യക്തിത്വം ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയുമ്പോഴാണ് എസ്റ്റീമിലേക്ക് വരുന്നത്. അതൊക്കെ മറികടന്ന് അതൊക്കെ അതിൻ്റെ പൂർത്തീകരണത്തിൽ തന്നെ അനുഭവിച്ചു പോയ ഒരാൾക്ക് മാത്രമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ മനസ്സിൽ ഞാനൊക്കെ ധരിച്ചിരുന്നത് ഇവിടെ നിന്നൊക്കെ ഇതൊക്കെ വിട്ട്, വീടും കൂടിയൊക്കെ വിട്ട് ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ ആത്മസാക്ഷാത്കാരവും സെൽഫ് ആക്ച്വലൈസേഷനും ഒക്കെ ഉള്ളൂ എന്ന് ധരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സൈക്കോളജി, ഇതൊക്കെ കൃത്യമായിട്ട് ഈ ജൈവചോദനകൾ അനുഭവിക്കാതെ, അതിനെ മറികടക്കാതെ, അതിൻ്റെ പാരമ്യതയിൽ അനുഭവിക്കാത്ത കുട്ടികളാണ് വളർന്നു വരുമ്പോൾ ക്രിമിനൽ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നത്, വഴിപിഴച്ചു പോകുന്നത്. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം, ഗോവിന്ദചാമിയെ തന്നെ എക്സാമ്പിൾ എടുത്താൽ മതി അല്ലേ. വേറൊന്നും ഓർമ്മ വരണില്ല. അതിനേക്കാൾ ക്രൂരന്മാരായ എത്രയോ ആളുകളുണ്ട്. ഈ ജൈവചോദനകളെ അതിൻ്റെ മര്യാദയ്ക്ക് അനുഭവിച്ച് അതിൻ്റെ ഉദാത്തമായ രീതിയിലൊക്കെ ഈ ശ്രേണി കൃത്യമാകാത്തത് കൊണ്ടാണ് പുറത്ത് എന്തായിട്ട് മാറിയത്? ഒരു ക്രിമിനലായിട്ട് മാറിയത്, ഒരു പ്രശ്നക്കാരനായിട്ട് മാറിയത്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്യാൻ പറ്റുക? ചിലരുടെ ഫാമിലിയിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ആസ് എ ടീച്ചർ, ഗൈഡ്, നമ്മൾ ഈ കുട്ടികളുടെ ജൈവചോദനകൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ വീക്ക്നെസ് ആയിരിക്കും. അതിനെ മറികടക്കാനുള്ള ശരിയായ പാഠങ്ങൾ ആ കുട്ടികളെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അവർ ഈ പറഞ്ഞ ഗോളൊക്കെ അച്ചീവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടികളൊക്കെ നന്നായിട്ട് ആ കുട്ടികൾക്കൊക്കെ ഓരോ വഴി തെളിഞ്ഞ് കിട്ടണമായിരുന്നു. പക്ഷേ നമ്മൾ ചൂണ്ടാണിപ്പലയാവാത്ത കാരണം അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരരുത് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് സമുദ്രത്തിൽ നിന്ന് ഒരു സെൽഫ് കൺട്രോൾ ഉള്ളവരാക്കി മാറ്റുക. എന്തിനും പൊട്ടിത്തെറിക്കാത്ത ഒരാളായിട്ട് അവരെ മാറ്റി മറയ്ക്കുക. അതിനൊക്കെ നമുക്ക് കരുത്തു പകരുന്ന ഗുരുക്കന്മാരാണ് ഇത് എന്ന് പറയുന്നത്. അടുത്തതാണ് പാറ്റ, പതംഗം. ഒരു പാറ്റയല്ല, അനേകായിരം പാറ്റകൾ ഒരു ഇരുട്ട് മുറിയിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്യൂബ് മാത്രം കത്തുകയാണെങ്കിൽ അനേകായിരം പാറ്റകൾ ഈ മഴക്കാലത്ത് അല്ലേ അതൊക്കെ കഴിഞ്ഞാൽ കയറി വരും. വിളക്കിലാണെങ്കിൽ അതിൻ്റെ ചിറക് കരിഞ്ഞ് അതൊക്കെ ചത്തുപോകും.
അപ്പോൾ ഇതിലൊക്കെ ആകൃഷ്ടരായി, ഇന്നത്തെ ഒരു സ്വാഭാവികമായിട്ട് ഈ ഭോഗങ്ങളിലൊക്കെ ആകൃഷ്ടരായി അത് വേണം ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിട്ട് മാറുമ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് ഒരു ഇരുത്തം വരുന്നവരായിട്ട് അവരെ മാറ്റണം. പാറ്റകളിൽ നിന്ന് ഈ ഒരു പ്രൊഫഷണൽ എത്തിക്സ് കൊണ്ട് മാത്രം, ഒരു ധാർമ്മികത കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കുട്ടികളെ ഈ ഒരു രീതിയിൽ നിന്ന്, അഗ്നിയിൽ ശലഭങ്ങൾ പോയിട്ട് ചാടനം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അത് മനസ്സിലാവണം എന്നില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കി ഇത് ഈ വഴി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അപകടപ്പെടും എന്നവരെ ധരിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ നമുക്ക് സാധിക്കണം. എത്ര കുട്ടികളാണെന്നറിയാമോ നമ്മളുടെ ഈ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വഴി പിഴച്ചു പോകുന്നത് ഇന്നത്തെ ലോകത്ത്. അപ്പം അതിന് വഴി വെക്കാത്തവരായി ഒരു ഗൈഡായി നമുക്ക് മാറാൻ സാധിക്കണം. അത് അടുത്തതാണ് തേനീച്ച, മധുകൃത്ത്. തേനീച്ചയുടെ പരിപാടി എന്താ? ഇത് തന്നെ പരിപാടി, സമന്വയമാണ് പരിപാടി. വിവിധ പൂവുകളിൽ നിന്ന്, ഒരു പൂവിൽ നിന്നല്ല, അനേകം വ്യത്യസ്ത തരം പൂക്കളിൽ നിന്ന് തേനൊക്കെ ശേഖരിച്ചു വന്ന് അത് തൻ്റെ കൂട്ടിൽ വെച്ചിട്ട് വ്യത്യസ്ത പൂക്കളിൽ നിന്ന് എടുത്ത് വേറെ വേറെ ഡപ്പയിലാക്കി വെക്കില്ല. അതെന്ത് ചെയ്യും? ഇതിനെല്ലാത്തിനെയും സമന്വയിപ്പിക്കും. സാരഗ്രാഹി. ഇപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ എത്രയൊക്കെ സെഷനാണ് ക്ലാസ്സിൽ, ഓരോരോ പീരീഡിൽ എന്തൊക്കെയോ കേൾക്കണു. പക്ഷേ ഇതൊക്കെ ടീച്ചേഴ്സിൻ്റെ വാക്കുകളായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇത് നമ്മളുടെ വാക്കുകളായിട്ട് നമ്മളുടെ ക്രിയേഷൻ അതിലൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമാണ്. എന്തോ ഒരു കെമിക്കലും കൂടി യൂസ് ചെയ്തിട്ട്, അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു കെമിക്കൽ കൂടി യൂസ് ചെയ്തിട്ടാണ് അതെന്തായിട്ട് മാറുക? തേനായിട്ട് മാറുന്നത് അല്ലേ? പൂക്കളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കളക്ട് ചെയ്തുകൂടെ? അപ്പോൾ ആ ഒരു സാരഗ്രാഹിയായിരിക്കാൻ, അതിൻ്റെ സമ്മറി മാത്രം സ്വീകരിക്കാൻ, ഇപ്പം എന്തൊക്കെയോ പറഞ്ഞു, അതിൻ്റെ സമ്മപ്പ് നമുക്കെടുക്കാൻ സാധിക്കുന്ന ആളായിട്ട് നമ്മൾ മാറുമ്പോഴാണ് തേനീച്ചകളായിട്ട് കുട്ടികളെ മാറ്റാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ വെറുതെ തേൻ കൂട്ടി കൂട്ടി വെക്കരുത്. നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠവും ഇതിൻ്റെ പുറകിലുണ്ട്. അതൊന്ന് പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ടാണ്. തേൻ കൂട്ടി കൂട്ടി വെച്ച തേനീച്ചയുടെ ഗതി എന്താ? അത് കൂട് വിട്ട് എവിടേക്കും പുറത്തു പോയാൽ, അല്ലെങ്കിൽ അതിനെ കരിച്ച മറ്റു മനുഷ്യന്മാരെ, സമർത്ഥരായ ആളുകൾ തേന് സ്വയം എടുത്ത് ഭക്ഷിക്കും. അപ്പോൾ ഒന്നും കൂട്ടി വെക്കരുത്. ഈ പിടിച്ചു വെക്കലിനെയൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുന്നവരായിട്ട് നമ്മൾ ജീവിതത്തിൽ മാറണമെന്നൊരു പാഠവും അതിലൂടെ ഉണ്ട്. അപ്പം ഇനിയൊക്കെ നിങ്ങൾ കണ്ടെത്താം. ഇനി അടുത്തത് ആന. ആന എങ്ങനെയാണ് നമ്മുടെ അധ്യാപനവുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കുക? ഗജം. ആനയെ ഒരു ആധ്യാത്മികമായിട്ടൊരു ഉദാഹരണം പറയാനോ ഉപയോഗിക്കുക. സ്പർശനേന്ദ്രിയത്തിൽ മയങ്ങരുത്. ആന, അതായത് പിടിയാനയെ തൊടാനുള്ള ആഗ്രഹം കാരണം അത് അതിൻ്റെ പുറകെ ഓടി കുഴിയിൽ വീണ് അപകടപ്പെടുകയാണ് സാധാരണ ചെയ്യാറ്. ഈ ആനയെ കുഴിയിൽ വീഴ്ത്താൻ ആളുകൾ ചെയ്യണതും പിടിയാനയെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ തൊടാനുള്ള ആഗ്രഹം, സ്പർശന സുഖത്തിൽ ഭ്രമിക്കണം. അപ്പൊ നമ്മുടെ കുട്ടികളെയൊക്കെ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്. ഇത് നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ ആ സാഹചര്യങ്ങളുടെ അടിമകളായിട്ട് മാറുകയാണ്. അതിനെ ജയിക്കാൻ കഴിയുന്നിടത്താണ് നമ്മളുടെ വിദ്യാഭ്യാസം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പം ആനയിൽ നിന്നും ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് മാൻ. മാനിൽ നിന്നും പഠിക്കാൻ, മാൻ എങ്ങനെയാണ് നമുക്ക് അധ്യാപകനായി മാറുന്നത്? ഈ അവധൂതൻ നോക്കുമ്പോഴുണ്ട് മാന് ഒരു വലയിൽ കുടുങ്ങിയിരിക്കണു. എങ്ങനെ വലയിൽ കുടുങ്ങിയിരിക്കണം നോക്കിയപ്പോഴാണ് ഈ വേടന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഭ്രമിച്ച് മാൻ ചെവിയുടെ അടിമയാണെന്നാണ് പറയാ. അതിന് ഈ സംഗീതം കേൾക്കുമ്പോൾ അതിൽ ആകൃഷ്ടരായി പതുക്കെ വന്ന് ഈ വലയിൽ കുടുങ്ങി. എന്ന് വെച്ച് ഇതിന്റെ അർത്ഥം എന്താ? സംഗീതം കേൾക്കരുതെന്നോ? നേരത്തെ പോലെ സ്പർശന സുഖത്തിൽ ഭ്രമിക്കരുതെന്നോ? അക്ഷരാർത്ഥം എടുത്തു പോയി കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഇതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ട്രാപ്പുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്ന് വെച്ച് ഒരാളെയും വിശ്വസിക്കരുത്, ഒരാളെയും നീ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് പഠിച്ചാൽ ആ കുട്ടിക്ക് അധ്യാപകനെയും അച്ഛനെയും അമ്മയെയും തന്നെ വിശ്വാസമില്ലാത്തൊരു രീതിയിലേക്ക് ആ ബന്ധങ്ങളെ വഷളാക്കി എടുക്കലല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എല്ലാത്തിനോടും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ, ഒരു സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിഫെൻസ്, ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ശക്തി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് മീന്. മീനിനെ കണ്ടപ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി? മീനിനെ കണ്ടാൽ എന്താ പഠിക്കണ്ടേ? കഴിക്കാൻ പഠിക്കാം, അല്ലാതെ എന്താ പഠിക്കണ്ടേ? അതാണ് കുട്ടികൾ ഏറെ ഫോക്കസ്ഡ് ആവുന്ന. മീനിന് ചൂണ്ടയിൽ ഒരല്പം ഭക്ഷണ പദാർത്ഥം അത് ഇട്ടിട്ടാണല്ലോ മീനിനെ ചൂണ്ടയിൽ പിടിക്കുക. അത് കൃത്യമായിട്ട് വന്ന് കൊത്തും. അപ്പം മീനിനെ ആ മുക്കുവൻ പിടിക്കും അല്ലേ? പക്ഷെ അതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ ക്ലാസ്സിൽ
ശ്രദ്ധാലുക്കളാക്കി ഇരുത്തേണ്ട. കുട്ടികൾ ആരും ശ്രദ്ധിക്കില്ല, ബഹളം വെച്ചു, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടീച്ചറുടെ മാത്രം കഴിവുകേടാണ്. ഇപ്പം ഇവിടെ ഇരുന്ന് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ, മിക്കവാറും പേര് ഉറങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവുകേടായിട്ടത് മാറും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഗുരുക്കന്മാരെയൊക്കെ ചൂണ്ടയിൽ ഇരയിൽ മീന് കൊടുക്കുന്നത് പോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു പോയിന്റ് അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു പരീക്ഷണം. അതിന് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകരിക്കുക. അപ്പം ഞാൻ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ ഇവിടുന്ന് ക്രിറ്റിസിസം ക്ലാസ്സിന് ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ളൊരു എലമെന്റ് ആണ്. അത് ടീച്ചേഴ്സ് പറഞ്ഞു ഇലക്ട്രോപ്ലേറ്റിംഗ് പോയി അപ്പം തന്നെ എഴുതാൻ പാടില്ല, എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിശദീകരിക്കാൻ പാടില്ല. കൺസ്ട്രക്റ്റിവിസം നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടികൾ തന്നെ അതിനെ ഡിഫൈൻ ചെയ്യട്ടെ, കുട്ടികളിൽ നിന്ന് തന്നെ നിർവചനം തുടങ്ങട്ടെ, കുട്ടികൾ തന്നെ അതിൻ്റെ ശീർഷകം അവിടെ ബോർഡിൽ പൂർത്തീകരിക്കട്ടെ. ഇങ്ങനെയൊക്കെ നിയമങ്ങളിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്യും? അവരെ ആകർഷിപ്പിക്കാൻ അവരിൽ നിന്നും അത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ളൊരു വാക്ക് അവരിൽ നിന്നും കിട്ടണ്ടേ? അപ്പം എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒരു ലോഹത്തിന്റെ മേൽ മറ്റൊരു ലോഹം പൂശുന്ന ഒരു പ്രക്രിയയാണ്, വൈദ്യുത ലേപനം എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു കുട്ടിയോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു സ്ത്രീ ബസ് കാത്ത് നിൽക്കണം. അപ്പോഴാണ് അവരുടെ കഴുത്തിൽ നല്ല മനോഹരമായ ഒരു മാലയുണ്ട്. അപ്പം ഇത് കണ്ടൊരു അടുത്ത ചിത്രത്തിൽ ഒരു കള്ളൻ വന്നത് മോഷ്ടിച്ചു പോകുന്നു. ഈ സ്ത്രീ അടുത്ത ചിത്രത്തിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു പോലീസ് സ്റ്റേഷൻ. പോലീസുകാരൊക്കെ വന്ന് കള്ളനെ പിടികൂടുന്നു. അപ്പോഴേക്കും കള്ളൻ എവിടെ എത്തിയിട്ടുണ്ട്? ഇതിനെ വിൽക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരതിൻ്റെ മാറ്റുരച്ച് നോക്കിയപ്പോഴാണ് ഈ പോലീസ് കറക്റ്റായിട്ട് കയറി വന്നു. ഇത് മുക്കുവണ്ടാണെന്ന് മനസ്സിലായി. കള്ളനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും. ഇതോടുകൂടി അവസാനിച്ചു. അപ്പോൾ ഈ കുട്ടികൾ പറയണത് എന്തുകൊണ്ടാണ് ഈ മാല ഉരച്ചു നോക്കിയപ്പോൾ പോലീസ് ഈ കള്ളനെ പിടിച്ചത് എന്നുള്ള ചോദ്യം അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ചിലർ പറഞ്ഞു, ഇങ്ങനെയാ പറയണ, അവർ നാടൻ ഭാഷയിലാണ് പറയണത്, മുക്കുവണ്ടമായിരുന്നു അത്, അല്ലേ? ഈ മുക്കുവണ്ടം എങ്ങനെ ഉണ്ടാവുക? ആ സ്വർണം അതിൽ പൂശുകയാണ് ചെയ്യുന്നത്, സ്വർണം അതിൽ ലേപനം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് ആ കുട്ടികൾ പറഞ്ഞു. അതിൽ നിന്നും ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് പഠിക്കാം, വൈദ്യുത ലേപനം. ഈ സ്വർണം പൂശണമെങ്കിൽ വെറുതെ സ്വർണം അങ്ങോട്ട് പുരട്ടിയാൽ പറ്റുമോ? പറ്റില്ല. അതിനെന്ത് യൂസ് ചെയ്യണം? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു. ഇലക്ട്രിസിറ്റി കൊണ്ട് സ്വർണം ലേപനം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു മെറ്റൽസിന്റെ പുറത്ത് വേറൊരു മെറ്റൽ ആലേപനം ചെയ്യുന്നു, ഇലക്ട്രോപ്ലേറ്റിംഗ്. അവർ തന്നെ വന്ന് ബോർഡിൽ എഴുതി. അപ്പം അവരിൽ നിന്നും ഈ നിർവചനങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരുന്ന, നമ്മൾ മീനായി എന്ന് പറയാം, അധ്യാപകൻ ആയിട്ട് മാറി. അടുത്തതാണ് ഒരു കുരരം, ഒരു ഞാറപ്പക്ഷി എന്നൊക്കെ പറയും. ആ പക്ഷിയുടെ കൊക്കില് ഒരു മാംസകഷ്ണം വെച്ചത് പറന്നു പോവുകയായിരുന്നു. പിന്നീട് നോക്കിയപ്പോഴാണ് പുറകില് പരുന്തും കഴുകനും ഒക്കെ പറന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ പക്ഷി വിചാരിച്ചു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇവരോട് തല്ലുകൂടാൻ പോയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവർ എൻ്റെ പുറകെ പറന്നിങ്ങനെ നടക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് ആ പക്ഷിക്ക് സങ്കടമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആലോചിച്ച് സങ്കടപ്പെട്ട് പക്ഷിയുടെ കൊക്കിൽ നിന്നും ആ മാംസകഷ്ണം താഴെ പോയി. അപ്പോഴാണ് ഈ പക്ഷികൾ പുറകെ വന്നിരുന്നുള്ള പരുന്തും കഴുകനൊക്കെ ഞാറപ്പക്ഷിയെ വിട്ടിട്ട് ഈ മാംസകഷ്ണത്തിനൊപ്പം പോയി. അപ്പം ആ പക്ഷിക്ക് മനസ്സിലായി, ഇവരെന്നെയല്ല വേട്ടയാടിയത്, എൻ്റെ കൊക്കിലിരുന്ന മാംസകഷ്ണത്തെയാണ്. അപ്പൊ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ, അപ്പൊ മാംസകഷ്ണവും കൊണ്ട് ഒരു പക്ഷി പോകാൻ പാടില്ല എന്നുള്ളതല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയോ പിടിച്ചു വെച്ചിരിക്കുകയാണ്, നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ സങ്കുചിതമായിട്ടുള്ള സ്വാർത്ഥതയുടെ പിടിവലയിലാണ്. ഒരാൾക്ക് ഒന്ന് കൊടുക്കും, നമ്മുടെ അറിവ് വേറൊരാൾക്ക് വിതരണം ചെയ്യൂ. കൊടുക്കും തോറും ഏറിയിടും വിദ്യ തന്നെ മഹാധനം എന്നാണ് പറയുക. മറ്റൊന്നും വേണ്ട, മറ്റൊന്നും നമ്മൾ കൊടുത്തില്ലെങ്കിലും ഈ വിദ്യ കൊടുത്തു കഴിഞ്ഞാൽ അവന് അത് രക്ഷപ്പെടാനുള്ള ഒരു തോണിയായിട്ട് മാറും ഈ സമുദ്രമധ്യത്തിൽ എന്നാണ് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ആ ഒരു രീതിയിലൊക്കെ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. പിടിച്ചു വെക്കേണ്ട വികേന്ദ്രീകരിക്കപ്പെട്ട സ്നേഹമാകട്ടെ. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞൊരു കഥയോടുകൂടി ഇനി ഒരു 3 ഗുരുക്കന്മാരും കൂടി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു 2 കൂട്ടുകാരികളുടെ ഒരു സമ്മേളനമാണ് കാണുന്നത്. ഒരു ആതിഥേയായ കൂട്ടുകാരി ധനികയും അതിഥിയായി വരുന്ന കൂട്ടുകാരി അല്പം ദരിദ്രയുമായിരുന്നു. അപ്പോൾ ഒരു 2 പേരും കൂടി കണ്ടുമുട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ധനികരുടെ വീട്ടിലേക്കാണ് ഈ കുട്ടി വന്നത്. എത്രയോ കാലം പഠിച്ചതിന് ശേഷമാണ് വന്ന് കണ്ടുമുട്ടണത്. അപ്പം നല്ല സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ സ്വർണ്ണ സ്പൂണിലാണ് കഴിച്ചത്. പായസവും കൊടുത്തു, ഭക്ഷണം പദാർത്ഥങ്ങൾ പലതും കൊടുത്തു, സ്വർണ്ണ സ്പൂണൊക്കെ വെച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഈ ദരിദ്രയായിട്ടുള്ള ഈ കൂട്ടുകാരിക്ക് മതി മറന്നു.
ഇതൊക്കെ. അപ്പൊ എന്തോ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ഈ ആതിഥേയ ഉള്ളിലേക്ക് പോയപ്പോ നമ്മുടെ അതിഥിയായ ദരിദ്രയായ കൂട്ടുകാരി എന്ത് ചെയ്തു എന്നറിയോ? ഈ സ്വർണ്ണ സ്പൂൺ എടുത്തിട്ട് ഈ കൈത്തണ്ടയിൽ ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ആര് വന്നു? ആതിഥേയ വന്നു, ആ കൂട്ടുകാരി വന്നു. പക്ഷേ നീ അത് എടുത്തില്ലേ, അത് തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഹർട്ടിങ് ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ബന്ധത്തെ തന്നെ അത് ബാധിക്കില്ലേ? അപ്പോൾ നല്ല വിവരമുള്ള ഒരാളായതുകൊണ്ട് ഈ ധനികയായ കൂട്ടുകാരിക്ക് അല്പം ബോധവും വിവരവും ഒക്കെ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? ആദ്യം പറഞ്ഞു, നമുക്ക് നൃത്തം ചെയ്താലോ എന്ന് ചോദിച്ചു. ഇപ്പം നമ്മളുടെ ക്ഷീണാക്കന്മാർ നമുക്ക് നൃത്തം ചെയ്താലോ ചോദിച്ചു. എനിക്ക് നൃത്തമൊന്നും ഇഷ്ടമല്ല, ഞാൻ നൃത്തത്തിന് വരില്ല എന്ന്, ഞാൻ ഡാൻസ് ചെയ്യാൻ വരില്ല എന്ന് ഈ കൂട്ടുകാരി പറഞ്ഞു. അല്ല, നമുക്ക് കുറച്ചു നേരം അല്പം നൃത്തം ചെയ്യാം. അങ്ങനെ നിർബന്ധിച്ച് ഈ സ്പൂണ് പോവോ എന്ന് പറഞ്ഞ് കൈയിളക്കാണ്ടൊക്കെ ആദ്യം നോക്കി. പക്ഷേ ഈ പാട്ടിന്റെ ഈരടികളിൽ മറന്ന് നന്നായി ചടുല താളങ്ങളായി. പിന്നെ നൃത്തത്തിൽ ഇവര് പരസ്പരം മറന്നു പോയപ്പോ ഈ സ്പൂണ് രണ്ടും കൈ പിടിച്ച വലിയൊരു സ്റ്റെപ്സ് ഒക്കെ വെച്ചപ്പോൾ ഈ സ്പൂണ് രണ്ടും താഴെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ ദരിദ്രയായ കൂട്ടുകാരി ചിരിച്ചു, ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചു മറ്റൊരു കൂട്ടുകാരി. അപ്പൊ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും സങ്കുചിതമായി വെച്ച്, നമ്മൾ സ്വാർത്ഥതയോടുകൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവത്തിലാണ് സന്തോഷം. ഇപ്പൊ രണ്ടുപേർക്കും അവിടെ ആനന്ദം മാത്രമാണ് എന്നുള്ളതാണ്. ഈ ഒരു കല, ഈ ജീവിതത്തിന്റെ ഈ ഒരു സത്യം കുട്ടികളിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ എലമെന്റ്സിനെയൊക്കെ ഒന്ന് ധ്യാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അടുത്തത് ഒരു കുട്ടിയാണ്, ഒരു അർഭകൻ എന്ന് പറയും. ഒരു ബാലനെ കണ്ട് നിങ്ങൾ പഠിക്കൂ, അത് നിങ്ങളുടെ ഗുരുവാണ് എന്നാണ് പറയണത്. എങ്ങനെയാണ് ഒരു കുട്ടി നമ്മൾ ഗുരുവായിട്ട് മാറുക? കുട്ടി എങ്ങനെയാണ് ഗുരുവായിട്ട് മാറുക? ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ഇത് പോസിബിൾ ആണെന്ന് അറിയില്ല. നേരത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാം, കുട്ടി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയുടെ പ്രതീകമാണ് അല്ലേ? ചിലപ്പോൾ ചില കുട്ടികൾ വിത്തൗട്ട് ആയിട്ട് ഡ്രസ്സൊന്നും ഇടാതെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അവനൊരു മാനാപമാനങ്ങളൊന്നും ഇല്ല, അവൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. അവൻ എപ്പോഴും സന്തോഷം മാത്രമാണ്, എപ്പോഴും ആനന്ദം മാത്രമാണ്. അവൻ കളിക്കാൻ പോവും, ചിരിക്കുന്നു, പാട്ട് പാടുന്നു, ഇതൊക്കെയാണ് അവൻ്റെ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്കാണ് ഏറ്റവും ടെൻഷൻ. അവർക്ക് ഉത്തരവാദിത്വങ്ങളും ഭാരിച്ച ജോലികളുമാണ്. പണ്ടൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ എന്തൊക്കെ ദാരിദ്ര്യവും പ്രതിസന്ധി ഉണ്ടെങ്കിലും കുട്ടിക്കാലം നമുക്കൊരു നൊസ്റ്റാൾജിയാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഓർക്കാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല. ടെൻഷൻസിന്റെയും വറീസിന്റെയും ഹോംവർക്കുകളുടെയും പുസ്തകഭാരത്തിന്റെയും ഒക്കെ കൂടാരമാണ്. യാന്ത്രികമായി യന്ത്രങ്ങളോട് മാത്രം ഇടപഴകി ഒരു തരത്തിലുള്ള മൂല്യവും സന്നിവേശിപ്പിക്കാത്ത ചില കുട്ടികളായിട്ട് ഇന്ന് മാറുകയാണ്. ഒരു ചെന്നൈയിലുള്ള ഒരു ടീച്ചർ വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്നത്തെ കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്തവരായിട്ട് കാണുന്നതിൻ്റെ കാരണം ഇതായിരിക്കാം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരുടെയൊക്കെ മാതാപിതാക്കൾ, അതായത് നമ്മളിരിക്കുന്ന ഈ കുറേ ആളുകൾ ഒരു കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നപ്പോൾ, നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഒരു സബ്ജക്റ്റായിട്ട് സ്കൂളിലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം മുതൽ നമ്മളിതിൻ്റെ പുറകെയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നമ്മുടെ അടുത്ത തലമുറ ഇങ്ങനെ വിക്രസായിട്ടും ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടും കാണുന്നത്, ഇത്രയും കുറുമ്പന്മാരായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ട് മാറുന്നത് നമ്മളൊരു വാല്യൂസും കൊടുത്തിട്ടില്ല. നമ്മൾ യന്ത്രത്തിനോട് മാത്രമാണ് അവരെ ചേർത്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് ആണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, പല കാര്യങ്ങളും റിവേഴ്സിബിൾ അല്ല. അപ്പം ഈ കുട്ടിയിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള പാഠം നിഷ്കളങ്കരായിരിക്കുക എന്നുള്ളതാണ്. ഉള്ളിൽ എന്തെങ്കിലും അസൂയ, കുനിഷ്ഠ, കുശുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വെക്കാതിരിക്കുക. അങ്ങനത്തെ പല ആളുകളെയും, ടോളറൻസ് ഇല്ലാത്ത പല ആളുകളെയും, ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം 2 കൂട്ടുകാരികളുടെ കാര്യം. ഒരുത്തിക്ക് ജോലി കിട്ടി, രണ്ടുപേരും ഒരുമിച്ച് ബാങ്ക് കോച്ചിങ് ചെയ്താണ്. ഒരാൾക്ക് ജോലി കിട്ടി, അപ്പോൾ അവളുടെ മാരേജ് ഫംഗ്ഷൻ വന്നപ്പോൾ ഇവൾക്ക് പോകാൻ തോന്നിയില്ല. എന്തേ കാരണം? ഇൻടോളറൻസ്. അത് സഹിക്കാനുള്ള സഹിഷ്ണുത അവൾക്കില്ല. അസൂയ ഒരു ഭാഗത്തുണ്ട്, പക്ഷെ അത് സഹിക്കാനുള്ള ആ ഒരു ക്ഷമ, എനിക്ക് നാളെ കിട്ടും, അവളുടെ ആ സന്തോഷത്തിൽ ഞാനും പങ്കാളിയാവണം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു വരുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു പ്രതീകമാണ് കുട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പിംഗല എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഇത് വെറും സ്ത്രീയല്ല, ഒരു വേശ്യാസ്ത്രീയാണ്. വേശ്യാസ്ത്രീ എങ്ങനെയാണ് ഈ അധ്യാപകനാവുക, ആചാര്യനാവുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. വിദർഭ എന്ന് പറയുന്ന രാജ്യത്ത് രാത്രി മണവാളനെയും കാത്ത് വേഷഭൂഷാദികളൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പിംഗല എന്ന് പറയുന്നത്. പക്ഷേ ഒരു ദിവസം അവൾ കാത്തിരുന്ന് ആരും വന്നില്ല. അപ്പോൾ അവളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. ആ ദുഃഖം, ആ നൈരാശ്യം കാരണം, എന്തെങ്കിലും ദുഃഖം വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഒരു ചിന്ത നമുക്ക് പുറകോട്ട് പോവാം. അവർ ചിന്തിച്ചു, ഇനി എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, അല്പസുഖത്തിൽ ഭ്രമിച്ച് ഞാൻ
ബ്രഹ്മാനന്ദത്തെ നഷ്ടപ്പെടുത്തി, പരമാനന്ദത്തെ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് അവരുടെ ഇത്തരത്തിലുള്ള ചേഷ്ടകളൊക്കെ ഉപേക്ഷിച്ച് അവർ മാർഗദർശിയായിട്ട് മാറി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കള്ളത്തരം ചെയ്ത്, ഒരു മോശമായ പ്രവൃത്തി ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ആക്സെപ്റ്റ് ചെയ്യില്ല. കുട്ടിയാണെങ്കിലും ശരി, അവരൊരു പ്രാവശ്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ തിരുത്താമെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിശ്വസിക്കുവാനുള്ള ആ ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അവൻ ഒരിക്കലും തിരുത്താത്ത കള്ളൻ തന്നെയായിട്ട് തുടരും എന്നുള്ളതാണ്. പലപ്പോഴും പലരുടെയും നിരാശ അവരുടെ ഗുരുവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പിങ്കള പഠിപ്പിക്കുന്ന ഒരു പാഠം. ഇനി കുമാരി, ഒരു പെൺകുട്ടി, പണ്ടത്തെ ഒരു കഥ. അവളെ വിവാഹം കഴിക്കാനായിട്ട് 2-3 പേര് വീട്ടിൽ കാണാനായിട്ട് വന്നപ്പോൾ അവൾ അപ്പുറത്ത് പോയിട്ട്, വീടിൻ്റെ പുറകുവശത്ത് പോയിട്ട് ഒരലും ഒലക്കയൊക്കെ വെച്ചിട്ട് നെല്ല് കുത്തുന്ന ഒരു ശബ്ദം കേൾക്കാനിടയായി. എങ്ങനെ നെല്ല് കുത്തുന്ന ശബ്ദം കേട്ടത്? വീടിൻ്റെ മുന്നിലിരിക്കുന്ന അതിഥികൾക്കത് കേൾക്കാൻ പറ്റും. കാരണം എന്താ? അവളുടെ വളകൾ പരസ്പരം കിലുങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് കവി. ഇതൊരു ഭാവനാത്മകമായിട്ടുള്ള ചിന്തയായിരിക്കാം, പക്ഷെ ഇതിൽ നിന്നുള്ള പാഠം. അപ്പൊ അവൾ എന്ത് ചെയ്തു? ഒരു വളയൂരി മാറ്റി. പിന്നെയും നെല്ല് കുത്തുമ്പോൾ വളകൾ പരസ്പരം കൂട്ടിയിടിച്ചു. മുമ്പിലിരിക്കുന്നവർ എന്ത് വിചാരിക്കും? ഞാൻ ഇപ്പോഴാണല്ലോ ഭക്ഷണം ഉണ്ടാക്കാൻ പോണെന്ന് വിചാരിക്കില്ലേന്ന് വിചാരിച്ചു വീണ്ടും ഒരു വള അഴിച്ചു മാറ്റി. ഇനി ഒറ്റ വളം മാത്രമേ ഉള്ളൂ. വീണ്ടും നെല്ല് കുത്താൻ തുടങ്ങിയപ്പോൾ ശബ്ദമേ ഇല്ല, ശാന്തം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ നമ്മളോട് പലരും നിങ്ങൾ ഇൻട്രോസ്പെക്ട് ചെയ്യാണോ എന്ന് ചോദിക്കും. നിങ്ങൾ ഇൻട്രോവേർട്ടാണോ ചോദിക്കും, അല്ലേ? ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയെ നിരീക്ഷിക്കുകയാവാം, ശ്രദ്ധിക്കുകയാവാം, പാഠങ്ങൾ ഗ്രഹിക്കുകയാവാം, ഒരു സെൽഫ് അനാലിസിസിന് വിധേയമാവുകയായിരിക്കാം. മറുപുറത്ത് നമുക്ക് ആരോട് കൂട്ടുകൂടാൻ താല്പര്യമില്ലാണ്ട് നമ്മൾ ഒരു മൊക്കിൽ പോയി ഇരിക്കുന്നതും ആവും. ഇത് രണ്ടും ശ്രദ്ധിക്കണം. ഇതിൽ ആദ്യം പറഞ്ഞ ഘടകത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ കുമാരിയിൽ നിന്ന് പഠിക്കണം. ഒരു ലെസൺ പ്ലാൻ എഴുതുന്ന സമയത്ത്, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഫോക്കസ്ഡ് ആയിരിക്കണം. അതിൽ വേറെ ബഹളങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇനി അടുത്തത് അവസാനത്തെ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ശരകൃത്ത്. അതായത് ഈ അമ്പ് ഉണ്ടാക്കുന്ന ആള്, അതായത് ആരോ മേക്കർ എന്ന് പറയുന്നു. അദ്ദേഹം ഈ അമ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഘോഷയാത്രകൾ കടന്നുപോയി ഇത്രേ. അദ്ദേഹം അറിഞ്ഞതേ ഇല്ല. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും, പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വെടി പൊട്ടി അറിയാൻ പാടില്ല. നമ്മൾ വെടി പൊട്ടിയ ആ ശബ്ദം കേൾക്കാതിരിക്കുമോ? ഇല്ലല്ലോ. ഇതെന്താ ഇങ്ങനെ പറയണമെന്നില്ല. ആ ശ്രദ്ധയെ കൊണ്ടുവരാൻ നമ്മളൊരു കാര്യത്തിൽ ഏകാഗ്രതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നതാണ് ഈ ഒരു കാര്യം. അല്ലാതെ ചുറ്റുപാടെ അറിയാതെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ വേറെ ആപത്തെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മോശമായി ബാധിക്കും. ഇതൊക്കെ ക്ലാസ് റൂമിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് സർപ്പം. പാമ്പിൽ നിന്ന് ഇപ്പം എന്താ പഠിക്കാനുള്ളത്? എന്താ പാമ്പിൽ നിന്ന് പഠിക്കാനുള്ളത്? പാമ്പ് ഒരിക്കലും വീടുണ്ടാക്കില്ല. അതാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. എലിയുടെ മാളത്തിലൊക്കെ പോയിട്ടാണ് താമസിക്കണേ. അപ്പൊ നമ്മളും വീട് വെക്കാൻ പാടില്ല, അങ്ങനെയാണോ ഉള്ള അർത്ഥമാണോ ഉപയോഗിക്കുന്നത്? അല്ല. എങ്ങനെയാണ് സർപ്പത്തിനെ നമുക്കൊരു അധ്യാപകനായിട്ട് മാറ്റാൻ പറ്റുക? ഏകദേശം എല്ലാവർക്കും ബോറടിച്ചെന്ന് തോന്നുന്നു. നമ്മൾ എവിടെയും പൊരുത്തപ്പെടണം എന്നുള്ളതാണ്. ചില ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയാലും പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അയ്യേ ഇവിടെ വൃത്തിയില്ല, ഇവിടെ എന്താ ഇങ്ങനെ, ഈ സ്കൂളിൽ ഇത്രയും സൗകര്യം കുറവാണല്ലോ, ഇവിടെ ബാത്റൂം ക്ലീൻ അല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് എപ്പോഴും സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ടേയിരിക്കും. നമുക്കുള്ള ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് കൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങോട്ട് ഇറങ്ങണം എന്നുള്ളതാണ്. പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ ഇറങ്ങണം എന്നുള്ളത്. ഇനി ക്ലാസ് റൂം വൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് ഇരുന്ന് പഠിപ്പിക്കാനാണ് താല്പര്യമെങ്കിൽ ആ താല്പര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സർപ്പം അത് കൂട് കെട്ടിയ ഒരു സ്ഥലത്ത് ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ, എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സാറ്റിസ്ഫൈ ആവുള്ളൂ എന്ന് ഒരിക്കലും പറയാറില്ല. അതാണ് പാമ്പ്. ഇനി ചിലന്തിയും നമ്മുടെ ഗുരുവാണ്. പൂർണ്ണനാഭി. ചിലന്തി നൂല് കെട്ടണം നമുക്കറിയാം, അല്ലേ? അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പശ പോലെ ഒരു സംഗതി വരുന്നു, അത് നൂല് കെട്ടുന്നു. ഇനി ആവശ്യമില്ലാത്ത സമയത്താണെങ്കിൽ അതിനെ ഉൾവലിക്കാനും അതിന് സാധിക്കും. ഈ ചിലന്തി വലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ആ ചിലന്തി വല ഒട്ടാകെ പ്രകമ്പനം കൊള്ളും, അതിനൊരു വൈബ്രേഷൻ മുഴുവനായിട്ടുണ്ടാവും. ഇനി ചിലന്തി ചത്തുപോവുകയാണെങ്കിലും ആ വലയിൽ തന്നെ ചത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളത്.
അപ്പം നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് പാരസ്പര്യത്തിൻ്റെയാണ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളും കേവലം അല്ലെങ്കിൽ അധ്യാപകരും മാത്രമല്ല, അതിന് ചുറ്റുമുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിക്കും. ആ പരസ്പര പൂരകം ആയിട്ടുള്ള ആ ബന്ധത്തെ മനസ്സിലാക്കി കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. അതാണ് പൂർണ്ണനാഭി. ഇനി അടുത്തത് വേട്ടാളൻ. വേട്ടാളനോടുകൂടി ഈ 24 ഗുരുക്കന്മാര് അവസാനിക്കുകയാണ്. വേട്ടാളൻ എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടോ? വേട്ടാളനെ കേട്ടിട്ടില്ല? ബ്രഹ്മരന്യായം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സുപേശകൃത് എന്നൊക്കെയാണെന്ന് പറയാം. ഒന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ വേട്ടാളൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പുഴുവിനെ പിടിച്ചോണ്ട് വരും. എന്നിട്ട് അത് ചുമരിലോ അതിന് പറ്റിയ ഒരു സ്ഥലത്തോ വെച്ചിട്ട് അതിൽ കൂട് കെട്ടും. മണ്ണുകൊണ്ട് കൂട് വൃത്തിയായിട്ട് കെട്ടും. അതിൽ ഈ പുഴു ഇരിക്കുന്നുണ്ടാവും. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് ഈ പുഴുവിനെ ഒന്ന് നോക്കും. ആര്? ഈ വേട്ടാളൻ. പുഴു പേടിക്കും, കാരണം കൊത്തി മുറിവേൽപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ട് ഇനി എന്നെ ഉപദ്രവിക്കാൻ വരണം. ഒരു കൊത്ത് വെച്ച് കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നൊരു കുത്തി വെച്ച് കൊടുക്കും. അപ്പൊ ഈ പുഴുവിനെ പേടിയാണ്. ഈ വേട്ടാളൻ എപ്പോൾ വരണോ എന്ന് ആര് നോക്കിയിരിക്കും? ഈ പുഴു നോക്കിയിരിക്കും. ഈ പുഴുവാണ് വേട്ടാളനെ ധ്യാനിച്ച് വേട്ടാളനെ വിചാരിച്ച് ആരുമായി മാറുന്നത്? പുതിയൊരു വേട്ടാളനായിട്ട് മാറുന്നത്. ഇത് ക്ലാസ് റൂമിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ക്ലാസ് റൂമിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ഇത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്കാണ്. ഒന്നില്ലെങ്കിൽ ഇപ്പം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താം. വേട്ടാളൻ, പുഴു വേട്ടാളനെ ധ്യാനിച്ച് മറ്റൊരു വേട്ടാളനായിട്ട് മാറുന്നത് പോലെ ഇപ്പോൾ ലാർവ, പ്യൂപ്പ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പൂമ്പാറ്റയുടെ ജനനത്തിന്റെ ഓരോ ഘട്ടങ്ങള്. അതിൽ പ്യൂപ്പയൊക്കെ ആവുന്ന സമയത്ത് ഒരു കവി ഭാവനാത്മകമായി പറഞ്ഞതാണ്. അത് ശരിയുമാണെന്ന് തോന്നിയിട്ടുണ്ട്. ബയോളജിക്കലി അത് ശരിയുമാണെന്ന് തോന്നിയിട്ടുണ്ട്. ആ പ്യൂപ്പ ധ്യാനിക്കുകയാണ്, എനിക്ക് ചിറക് വരുന്നു. അത് സ്വപ്നം കാണുകയാണ്, എനിക്ക് പറക്കാൻ സാധിക്കുന്നു, ഞാൻ പൂവിൽ നിന്ന് പൂവിലേക്ക് ഇതാ പറന്നുപോയി തേൻ കുടിക്കുന്നു, ആനന്ദിക്കുന്നു എന്നൊക്കെ. ആ സ്വപ്നമാണ് അതിനെ യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികളെ നിങ്ങൾ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക. പുസ്തകത്തിനപ്പുറത്തേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ചിന്തിക്കുന്ന വിഷയം, വീടുകളിൽ ആരുടെ വീടുകളിലും കോഴികളൊന്നും അങ്ങനെ വളർത്തണില്ല. വളരെ നാട്ടുപുറത്തെ ഏതൊക്കെയോ വീടുകളിലാണ് കോഴികളെ വളർത്തുന്നത്. അപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ സമരസത കണ്ടപ്പോൾ തന്നെ വല്ലാത്ത ഒരു വിഷയം നമുക്ക് ചിന്തിക്കാൻ കിട്ടുന്ന ഒരു സംഗതിയാണ്. അതായത് കോഴിക്കുട്ടികൾ പരുന്ത് വരണ്ടോ, കാക്ക വരണ്ടോ, പട്ടി വരണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചിറകിന് അടിയിൽ അമ്മ അതിനെ ഒളിപ്പിച്ച് നിർത്തും. ചില കുട്ടികൾ അമ്മയുടെ തലയിലായിരിക്കും, ചിലപ്പോൾ തോളിലായിരിക്കും, ചിറകിലായിരിക്കും. മനോഹരമായ ഒരു കാഴ്ചയാണ്. പക്ഷെ ഈ കാഴ്ച അധികം നാൾ നീണ്ടു നിൽക്കില്ല. ഇതിനത്ര ആയുസ്സൊന്നുമില്ല. കുട്ടിക്കാലത്തൊക്കെ വലിയൊരു സംശയം ഇതായിരുന്നു. ഈ കോഴി എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളൊക്കെ കൊത്തി ഓടിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇത്രയും നന്നായി സ്നേഹിച്ച ഈ കോഴി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിയതിൽ കോഴിയോട് നമുക്ക് അമർഷം തോന്നിയിരുന്ന കാലഘട്ടം ഉണ്ടാവും. നിരീക്ഷിച്ചവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സംശയമൊക്കെ അന്ന് മുത്തശ്ശിയോടൊക്കെയാണ് ചോദിക്കാം. അപ്പോൾ മുത്തശ്ശി പറയും, ഇതും സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവം തന്നെയാണ്. കാരണം ഈ കോഴി ഈ കുട്ടികൾക്കൊക്കെ വേണ്ടി എപ്പോഴും ഇര തേടി ഇതിനെ കൊണ്ടുവന്ന് കൊടുത്തെങ്കിൽ ഇതിന് വീണ്ടും മുട്ടയിടും, അടുത്ത കുട്ടികളുണ്ടാവും, അതിനെ പട്ടിണിക്കിടാതിരിക്കാൻ ഇത് അധ്വാനിക്കേണ്ടി വരും, അടുത്ത മുട്ടയിടും, പിന്നെയും കുട്ടികളുണ്ടാവും, ഒടുവിൽ കോഴിയുടെ പ്രാണൻ എടുത്തിട്ടേ ഇവരൊക്കെ പോകുള്ളൂ. അപ്പം സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറഞ്ഞ പോലെ നീ ഒരു സ്വാശ്രയത്വം നേടുക എന്നുള്ളത്. അതാണ് കൺസ്ട്രക്റ്റിവിസം പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടും അസൈൻമെൻ്റൊക്കെ നിങ്ങൾ കോപ്പി അടിച്ച് കൊണ്ടുവരാണ്ടിരിക്കുക. ചാറ്റ് GPT നിന്നും ജെമിനി നിന്നൊക്കെ അതൊക്കെ ഒരു അസിസ്റ്റൻ്റ് മാത്രമാണ്. ഇതൊക്കെ അങ്ങനെ പകർത്തി വെക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ തോട്ടിൽ, നിങ്ങളുടെ നിരീക്ഷണത്തിൽ എന്തൊക്കെയാണ് വരുന്നത് അതിനെ പാഠങ്ങളാകാം. കോഴിയും കുഞ്ഞും തന്നെ സ്നേഹത്തിൻ്റെയും അതിലുപരി ത്യാഗത്തിൻ്റെയും ഘടകങ്ങളാണ്. സ്നേഹവും ത്യാഗവും ഒക്കെ ഒരേപോലെയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയണം, റോസ് കോപ്പർമാൻ പറഞ്ഞതുപോലെ ഹോൾഡിങ് ഓൺ ആൻഡ് ലെറ്റിംഗ് ഗോ. ഹോൾഡിങ് ഓൺ എന്ന് പറഞ്ഞാൽ പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചല്ല, സംരക്ഷിക്കുക എന്നർത്ഥം. കോഴി കുഞ്ഞുങ്ങളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ചതുപോലെ, അമ്മ നമ്മളെ സംരക്ഷിച്ചതുപോലെ, ലെറ്റിംഗ് ഗോ, വിട്ടുകൊടുക്കേണ്ട സമയം വന്നാൽ വിട്ടുകൊടുക്കുക. ഈ കല നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഒരു കോഴിയിൽ നിന്ന് വരെ നമ്മൾ പഠിക്കുന്നു. നമ്മൾ കോഴിയെ തിന്നാനാണ് പഠിക്കുന്നത്. കോഴിയിൽ നിന്ന് ഈ ഘടകങ്ങളാണ് നമ്മൾ നമ്മുടെ അധ്യാപന കലയിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു രീതിയിൽ പ്രപഞ്ചത്തിനെയും ചുറ്റുപാടിനെയും നോക്കിക്കാണട്ടെ. അപ്പോൾ വിട്ടുകൊടുക്കേണ്ട സമയത്ത് വിട്ടുകൊടുക്കുകയും പിടിച്ചു വെക്കേണ്ട സമയത്ത് പിടിച്ചു വെക്കാനും നമുക്ക് സാധിക്കണം, സംരക്ഷിക്കാനും സാധിക്കണം. എൻ്റെ ഒരു ടീച്ചറെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതായത്
അവർ ഈ ഫിസിക്സും കെമിസ്ട്രി പീരീഡൊക്കെ പഠിപ്പിക്കും. എക്സ്ട്രാ അവർക്ക് തീരാത്തതൊക്കെ ഈ മോറൽ പീരീഡ് ഉണ്ടാവില്ലേ, ആ പീരീഡ് വന്ന് അവർ ക്ലാസ് എടുക്കും, ഫിസിക്സ് കെമിസ്ട്രി. എന്നിട്ട് നമുക്ക് ഗ്രൗണ്ടിലേക്ക് നമ്മളെ കളിക്കാൻ വിടുന്ന ഡ്രില്ലിൻ്റെ PT പീരീഡ് ആണെങ്കിൽ, ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ പീരീഡ് ആണെങ്കിൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡ് ആണെങ്കിൽ അവർ ഗ്രൗണ്ടിലേക്ക് വിടില്ല, അവരൊന്ന് പഠിക്കുന്നു പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ അവിടെ എന്താണ്, ലെറ്റിംഗ് ഗോ, വിട്ടുകൊടുക്കലില്ല, അവിടെ പിടിച്ചു വെക്കുകയാണ്. ഇത് പഠിച്ചിട്ട് നീ കളിക്കാൻ പോയാൽ മതി. അങ്ങനെ ചില പണിഷ്മെന്റ്സ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ടെങ്കിലും അവരുടെ മനസ്സുകൂടി ഒന്ന് ചിന്തിക്കൂ. അവര് ഭാവിയിൽ നമ്മളെ വെറുക്കുന്നവരായിട്ട്, ടീച്ചേഴ്സിനെ തന്നെ വെറുക്കുന്നവരായിട്ട് അവര് മാറിപ്പോവരുത്. ഇതൊക്കെ നമ്മളുടെ കയ്യിലുള്ള കലയാണ് ഒരു കുട്ടികളെ നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ അധ്യാപന കല നിങ്ങൾക്ക് ഈ സമന്വയത്തിലൂടെ നിങ്ങൾ അറിവുകളൊക്കെ സമന്വയിപ്പിച്ച് വെച്ച് അതിലെ സാരത്തെ കുട്ടികളുടെ മുമ്പിൽ വിതരണം ചെയ്ത് അവരെയൊക്കെ പ്രബുദ്ധരാക്കി മാറ്റാൻ സാധിക്കട്ടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പിലൂടെ. അത് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ടീച്ചേഴ്സിനും ഇവിടെ ഇരിക്കുന്ന അധ്യാപക വിദ്യാർത്ഥിനികൾക്കും ഒക്കെ എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം.